ഹാഷ്മി എൻ്റെ പേരാണ്. താജ് എന്ന് പറയുന്നത് ഉപ്പാടെ പേരാണ്. ഇബ്രാഹിം എന്ന് പറയുന്നത് അത്തത്താണ് ഉപ്പാടെ പേര്. എന്നെ ഒരു രാഷ്ട്രീയ മനുഷ്യനായിട്ട് ഡെവലപ്പ് ചെയ്തത് ഉറപ്പായും ആ സംഘടനാ പ്രവർത്തന കാലം തന്നെയാണ്. അത് ഞാൻ മറച്ചു വെക്കാൻ ആഗ്രഹിക്കുന്ന ഒന്നല്ല. അതുകൊണ്ടാണ് വളരെ പ്രൗഡായിട്ട് ഞാൻ പറയുന്നത്. എനിക്ക് അങ്ങനെ ഒരു ഭൂതകാലമുണ്ട്. റെജി ലൂക്കോസ് BJP യിൽ ഒറ്റ ബ്രേക്ക് ആണ്. അമ്മ തലക്കടിച്ച പോലെ ഒരു സാധനമായി പോയി എന്ന് പറഞ്ഞാൽ അതൊട്ടും നമ്മൾ പ്രതീക്ഷിക്കാത്ത, അതുകൊണ്ടാണ് സംഭവിച്ചത്. അപ്പൊ ആ എക്സൈറ്റ്മെന്റ് ആണ് എന്നാ തേങ്ങ കാണിച്ചത് ചോദിച്ചത്. ജനമൈത്രി പോലീസ് എന്നൊക്കെ പറഞ്ഞെടുത്ത് അവിടേക്ക് ഏത് മൈത്രി എന്നൊക്കെ ചോദിച്ചു പോകുന്നത്. അതൊരു ഇൻട്രോ എന്ന നിലക്കുള്ള ഒരു സ്ട്രാറ്റജി തുടങ്ങുന്ന ഘട്ടത്തിലായിരുന്നു. അതൊരു മാതൃഭൂമി വന്നിട്ടാണ് തുടങ്ങുന്നത്. അതുപോലെ 2 ബൈറ്റുണ്ട്, തെറ്റിപ്പോരുത്, തെറ്റിപ്പോയ പൊളിഞ്ഞു പോകും എന്ന് ഞാൻ പറഞ്ഞിട്ടാണ് കയറുന്നത്. പക്ഷേ അത് ഒന്ന് കേൾക്കുമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് കൃത്യമായിട്ട് 2ാമത് ബൈറ്റാണ് ഉള്ളത് ചെയ്തത്. അപ്പോൾ എന്നെ കാണിക്കുക എന്ന് ചോദിച്ചാൽ അതിൽ 2 സാധനത്തിൽ മാത്രമേ സങ്കടം ഉണ്ടാവുള്ളൂ. ഒന്ന് കമ്മ്യൂണലാക്കുന്നതും, 2 വീട്ടുകാരെ പറയുന്നത്. അല്ല അതിനെ കഴുത്തറത്തോല്ലോ ഇങ്ങനെ വയലൻ്റായിട്ടാണ് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ ഞാൻ നല്ല ഉറക്കമാണ്. ആ പുള്ളി ഓക്കെ എന്നാ ഉറക്കി രാവിലെ വിളിക്കാം. സോഷ്യൽ മീഡിയയിൽ ആളുകൾ ഉപയോഗിക്കുന്ന ഒരു ടാഗ് അധമ മാപ്ര എന്നുള്ളതാണ്. എന്തായിരിക്കും അതിന് കാരണം എന്നുള്ളത് ആശ്മിനെ പറയുകയാണെങ്കിൽ? ഒരു ഓട്ടോക്കാരൻ ചേട്ടാ, എടാ അധമ മാപ്രേ. 24 ന്യൂസ് സീനിയർ ന്യൂസ് എഡിറ്റർ ഹാഷ്മി താജ് ഇബ്രാഹിമാണ് ദ ക്യൂ പോഡ്കാസ്റ്റിൽ സ്വാഗതം. ഹാഷ്മിയുടെ ഒരു ആദ്യ ആലോചന എന്ന് പറയുമ്പോൾ ഈ ഹാഷ്മി താജ് ഇബ്രാഹിം എന്നുള്ള പേര് നമ്മളൊരു കേരളത്തിലൊരു മുസ്ലിം പരിസരമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പേരുള്ള ആളുകളെ മുമ്പ് വേറെ എവിടെയും കണ്ടിട്ടില്ല. ശ്രദ്ധിച്ചിട്ടുണ്ട് അത് ആരാണ് ഈ പേരിട്ടത് എന്നുള്ളത്, അല്ലെങ്കിൽ ഈ പേരിന്റെ പിന്നിൽ കഥ എപ്പോഴും വീട്ടിൽ ചോദിച്ചിട്ടുണ്ട്? അങ്ങനെ അത്തച്ചിട്ട പേരാ, ഫാദർ ഇട്ട പേരാണ്. അതില് ഉപ്പയാണോ ഉപ്പാടോ? ഉപ്പ ഇട്ട പേരാണ്. ഹാഷ്മി എൻ്റെ പേരാണ്. താജ് എന്ന് പറയുന്നത് ഉപ്പാടെ പേരാണ്. ഇബ്രാഹിം എന്ന് പറയുന്നത് അത്തത്താണ് ഉപ്പാടെ പേരാണ്. ഉപ്പാടെ പേരാണല്ലേ? അങ്ങനെ ഒരു കൗതുകം അങ്ങനെ ഇട്ടതാണ്. പിന്നെ ഹാഷ്മി T ഇബ്രാഹിം എന്നായിരുന്നു പേര്. ഞാനാണെന്ന് അതിനെ ഇലാബറേറ്റ് ചെയ്ത് ഹാഷ്മി താജ് ഇബ്രാഹിം ആക്കിയത്. ഇതിന്റെ ഒരു തുടക്കകാലം എന്ന് പറയുമ്പോൾ 2009 ജീവൻ TV വാർത്ത വായിച്ചു തുടങ്ങുന്നത്. അതിന്റെ മുമ്പോട്ട് പോയാൽ ഏതെങ്കിലും ഘട്ടത്തിൽ നമ്മളൊരു മീഡിയ ഫീൽഡ് എന്ന നിലക്ക് ഒരു ആലോചന മനസ്സിലുണ്ടായിരുന്നു എന്നുള്ളത്? എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ജേർണലിസ്റ്റ് ആവണമെന്ന് ആഗ്രഹം വളരെ നേരത്തെ ഉണ്ടായിരുന്നു. ഓർത്തു പോകുമ്പോഴത്തേക്ക് എനിക്കൊരു 8ാം ക്ലാസ് 9ാം ക്ലാസ് മുതൽ തന്നെ ഈ സംഭവം നമ്മുടെ ഉള്ളിൽ കയറിയതാണ്. അത് കഴിഞ്ഞിട്ട് പക്ഷേ ഞാൻ പിന്നെ ഡിഗ്രി ബയോകെമിസ്ട്രി ആയിരുന്നു. ഞാൻ ബയോകെമിസ്ട്രി സംഘടനാ പ്രവർത്തനമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ വേറെ വഴിയായിരുന്നു. മാർക്ക് അത്യാവശ്യം പഠിക്കുന്ന കുട്ടിയായിരുന്നു, മാർക്കും ഉണ്ടായിരുന്നു, കുഴപ്പമില്ലാതെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ബയോകെമിസ്ട്രി കഴിയുമ്പോഴത്തേക്കാണ്, ബയോകെമിസ്ട്രി എന്ന് പറഞ്ഞാൽ ഒരു ലാബാണ്. ലാബ് എന്ന് പറഞ്ഞാൽ ഗംഭീരമായ ഫീൽഡാണ്. എനിക്ക് സയൻസ് വിട്ടതിൽ സങ്കടമുണ്ട്. കാര്യം എനിക്ക് ഇഷ്ടമല്ല, പഠിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള സയൻസ് ആണല്ലോ. പക്ഷെ അത് നമ്മൾ ലാബിലോട്ട് ഒതുങ്ങി നിൽക്കുന്ന ഒരു ജീവിതമാകും. അപ്പോൾ എന്നെ കൊണ്ട് ക്രിയേറ്റീവ് സ്പേസ് ഇല്ല. മാത്രമല്ല ലാബാണ്, മെയിൻ ലാബാണല്ലോ സാധനം. നമ്മുടെ കൂടെ പഠിച്ചവരൊക്കെ വലിയ പൊസിഷനിലുമാണ്, അവരതിൽ വിജയിച്ച മനുഷ്യന്മാരുമാണ്. വ്യക്തിപരമായിട്ട് നമ്മുടെ സ്വഭാവത്തിൻ്റെ സാധനമൊക്കെ വെച്ചിട്ടും സംഘടനാപരമായ ഒരു സാധനമൊക്കെ വെച്ചിട്ടും ചിലപ്പോൾ ഇനി അങ്ങനെ ഒതുങ്ങി നിൽക്കുക ശരിയാവുമോ എന്ന് തോന്നലാണ് ജേർണലിസ്റ്റിലോട്ട് കോഴ്സായിട്ട് പഠിക്കാൻ പോകുന്നത്. പക്ഷെ ഉള്ളിൽ പണ്ട് പോലെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് വിഷ്വൽ മീഡിയ എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഇഷ്ടമല്ലായിരുന്നു യഥാർത്ഥത്തിൽ. ഞാൻ കാര്യവട്ടം ക്യാമ്പസിലാണ് പഠിച്ചത്. അവിടെ നിന്ന് ക്യാമ്പസിൻ്റെ വേണ്ടി നേരെ DNA എന്നൊരു പത്രത്തിലാണ് പോകുന്നത്, ഡെയിലി ന്യൂസ് അനാലിസിസ്. ബാംഗ്ലൂരാണ് പോകുന്നത്. നമ്മുടെ സവാഷൻ സാറിൻ്റെ മോനൊക്കെ അതിന് മുമ്പിലുണ്ടായിരുന്നു. ബാംഗ്ലൂർ ഞങ്ങളുടെ ബാച്ചാണ് തുടങ്ങുന്നത്. പിന്നെ അവിടുന്ന് ചില സാഹചര്യങ്ങളിൽ വരേണ്ടി വന്നു. വന്നിട്ട് പിന്നെ ജീവൻ TV, അങ്ങനെയാണ് പിന്നെ വിഷ്വൽ മീഡിയ. ഇപ്പോൾ മാധ്യമ പ്രവർത്തകരായ ആളുകളൊക്കെ പലപ്പോഴും അവരുടെ കോളേജ് കാലത്തെ സംഘടനാ പ്രവർത്തനം എക്സ്പോസ് ചെയ്യാറില്ല, അതല്ലെങ്കിൽ ഇന്ന സംഘടന ഭാഗമാണ്. പക്ഷേ ഹാഷ്മി SFIയുടെ ഭാഗമായിരുന്നു എന്നുള്ളത് പലതവണ പറയാറുണ്ട്. അതിലൊരു സമരകാലത്ത് ഒരു ചിത്രം ഈ ഇടയ്ക്ക് ഫേസ്ബുക്കിൽ പങ്കുവെക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നല്ലോ. ഈ കോളേജ് കാലത്തെ രാഷ്ട്രീയ പ്രവർത്തനം എന്നുള്ളത് ഹാഷ്മി രൂപപ്പെടുത്തിയതിൽ എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ട് എന്ന്? ഉറപ്പായും. എന്ന് പറഞ്ഞാൽ ഞാനതിനെ എൻ്റെ വിദ്യാർത്ഥി സംഘടനാ കാലം അഭിമാനത്തോട് കാണുന്നതാണ്. ഏത് രാഷ്ട്രീയ സംഘടന ആയിക്കോട്ടെ, അത് എന്ന് പറഞ്ഞാൽ അത് സംസാരിക്കുന്നത്, ഒരു രാഷ്ട്രീയ പാർട്ടി സംസാരിക്കുന്നത് ജനത്തിൻ്റെ വേദനയെ പറ്റിയും കൂടെയുള്ളവരെ ചേർത്ത് നിർത്തേണ്ടതിനെ പറ്റിയും അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്നതിനെ പറ്റിയും അതിന് പരിഹാരം ഉണ്ടാകുന്നതിനെ പറ്റിയൊക്കെയാണല്ലോ. അപ്പോൾ ഒരു സോഷ്യൽ മനുഷ്യനാക്കി വളർത്തുന്നതിൽ വിദ്യാർത്ഥി സംഘടന എന്ന് പറയുന്നത് ചെറുതല്ലാത്ത പങ്ക് അക്കാലത്തും എനിക്കൊന്ന് ഇക്കാലത്തും അത് വഹിക്കുന്നുണ്ടാവും എന്നാണ് എൻ്റെ. ഇക്കാലത്ത് ഒരു മാറ്റം ഉണ്ടായിരിക്കാം. അക്കാലത്ത് ശരിക്കും വഹിച്ചിരുന്നു ആ സാധനം. എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്യാമ്പസിലൊക്കെ ഒരു എൻറ്റിറ്റി ആയിട്ട് ചേർന്ന് നിൽക്കാൻ കൂട്ടായ്മ ഉണ്ടാക്കുന്നത്. എന്നെ ഒരു രാഷ്ട്രീയ മനുഷ്യനായിട്ട് ഡെവലപ്പ് ചെയ്തത് ഉറപ്പായും ആ സംഘടനാ പ്രവർത്തന കാലം തന്നെയാണ്. അത് ഞാൻ മറച്ചു വെക്കാൻ ആഗ്രഹിക്കുന്ന ഒന്നല്ല. അതുകൊണ്ടാണ് വളരെ പ്രൗഡായിട്ട് ഞാൻ പറയുന്നത്. എനിക്കങ്ങനെ ഒരു ഭൂതകാലമുണ്ട്. ഞാൻ അതിൽ കൂടെ വളർന്ന ആളാണ്. അതിൻ്റെ കരുത്തും കാമ്പും എനിക്കുണ്ട്. ഡിഗ്രിക്ക് 12 കോളേജിലാണ് പഠിച്ചത്. 12 കോളേജിൽ ഞാൻ വളരെ സജീവമായി ഉണ്ടായിരുന്നു. ബയോകെമിസ്ട്രി സാധാരണ സയൻസ് വിദ്യാർത്ഥികൾ അങ്ങനെ വളരെ സജീവമായി വളരെ കുറവാണ്. പക്ഷെ ഞാനും എൻ്റെ ബാച്ച് ദിലീപ്, ഇപ്പം ദീപികയിലെ വർക്ക് ചെയ്യുന്നത്. ഞങ്ങൾ 2 പേരും ബയോകെമിസ്ട്രിയോടെ പഠിച്ചാണ്. അപ്പോൾ ഞങ്ങൾ 2 കോളേജിലെ ക്യാമ്പസ് രാഷ്ട്രീയത്തിൽ വളരെ സജീവമായിട്ടുണ്ടായിരുന്നു.
പന്തളം കോളേജ് കുറച്ച് പ്രശ്നഭരിത രാഷ്ട്രീയമായിരുന്നു. അത് കഴിഞ്ഞ് കാരോട്ടം ക്യാമ്പസിലോട്ട് വന്നു. കാരോട്ടം ക്യാമ്പസിലോട്ട് വരുമ്പോൾ അതിന് രാഷ്ട്രീയത്തിന് വേറൊരു മോഹമാണ്. കുറച്ചുകൂടി ഒരു അക്കാഡമിക് ഒരു മോഹമൊക്കെ ഉണ്ട്. ഞാൻ അവിടെ യൂണിയൻ ചെയർമാനായിരുന്നു. വളരെ സജീവമായിരുന്നു ആ രാഷ്ട്രീയ, വളരെ സജീവമായിരുന്നു. അതിൻ്റെ കൂടെ ഞാൻ സത്യം പറഞ്ഞാൽ ഡിഗ്രി ഞാൻ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. PG അത്യാവശ്യം നന്നായിട്ട് ഉഴപ്പി. കാര്യം ശരിക്കും യൂണിയൻ പ്രവർത്തനവും കേട്ട് ശരിക്കും അതിലോട്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ലായിരുന്നു. ലൈബ്രറിയൊക്കെ അത്യാവശ്യം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ എനിക്കിപ്പോൾ ആലോചിക്കുമ്പോഴത്തേക്കും കാരോട്ടം ക്യാമ്പസിലെ നമ്മുടെ മീഡിയ ലൈബ്രറി എന്ന് പറഞ്ഞാൽ വലിയ ലൈബ്രറി, ഗംഭീര ലൈബ്രറി, അത് വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്താൻ പറ്റിയില്ല എന്നൊരു കുറ്റബോധമുണ്ട്. പിന്നീട് ഈ സംഘടനാ പ്രവർത്തനം പൂർണ്ണമായി വിടുന്ന, ആ ലേബൽ വിടുന്ന ഒരു ഘട്ടം എപ്പോഴായിരുന്നു? ഒന്നുമില്ല, ഞാൻ അത് കഴിഞ്ഞിട്ട് കാരോട്ടം ക്യാമ്പസിൽ നിന്ന് നേരെ പോകുന്നത് ബാംഗ്ലൂരോട്ടാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഉള്ളിൽ ഓഫ് കോഴ്സ് ഉണ്ടാവില്ല, നമ്മളത് അതുവരെ വളരെ സജീവമായി നിന്നിട്ട് നാട്ടിലും ഒക്കെ വളരെ സജീവമായി നിന്നിട്ടാണ് അങ്ങോട്ട് വളരെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ബാംഗ്ലൂരോട്ട് പോകുമ്പോഴത്തേക്ക് അവിടെ വേറൊരു ലോകമാണ്. നമ്മൾ ക്യാമ്പസിൽ തന്നെ 1-2 കുട്ടികൾ ഉണ്ടായിരുന്നെങ്കിൽ കൂടിയും അതിലൊരാൾ സജിനി എന്ന് പറയുന്ന ഒരാൾ അവിടെ ബോൺ ആൻഡ് ബ്രോട്ടപ്പിൻ ഒക്കെ പുറത്തൊക്കെ ആയിരുന്നു. ഞാൻ സത്യം പറഞ്ഞാൽ ഭയങ്കര സെൻസിറ്റീവിന് പിടിച്ചിറങ്ങിയ കുട്ടികൾ വേറെ ലോകമായിരുന്നു. അവിടെ എനിക്ക് ഭയങ്കര അസ്വസ്ഥമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അത് വിട്ടിട്ട് ഇങ്ങോട്ട് വരാനുള്ള കാരണം. പിന്നെ ഈ ജോലി ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഉള്ളിലെ രാഷ്ട്രീയം ആ ജോലിയിലോട്ട് കൊണ്ടുവരുന്നത് ശരിയല്ല, മാധ്യമപ്രവർത്തനം നിലയ്ക്ക്. അപ്പം അതങ്ങനെ വിട്ടു. പിന്നെ സ്വാഭാവികമായിട്ടും പ്രാക്ടിക്കൽ അല്ലല്ലോ, ജോലി ചെയ്യുകയും നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ടുപോകുന്ന പ്രാക്ടിക്കൽ അല്ല. അങ്ങനെ സ്വാഭാവികമായിട്ട് ഈ 2009 ആദ്യമായി ടെലികാസ്റ്റ് ചെയ്യപ്പെടുന്ന ആ വാർത്ത, ആ വായന ഏതാണെന്നുള്ള ഓർമ്മ ഉണ്ടോ? ഞാൻ അന്ന് ജീവന്റെ നമുക്ക് നിർണയം എന്നൊരു പ്രോഗ്രാം ഉണ്ട്. അത് ചെറിയൊരു ചർച്ച ഒക്കെ ഉള്ള പ്രോഗ്രാമായിരുന്നു. അത് ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്ക് ആദ്യ വാർത്ത വായിക്കുമ്പോഴേ അങ്ങനെ സത്യം പറഞ്ഞാൽ ഒരു വലിയ സഭാകമ്പം എന്നൊന്നും ഉണ്ടായിട്ടില്ല. കാര്യം നമ്മൾ ക്യാമ്പസ് രാഷ്ട്രീയ കാലത്തൊക്കെ അത്യാവശ്യം പ്രസംഗിക്കുന്ന ആളായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു സഭാകമ്പം ഇല്ലായ്മ ഉണ്ടല്ലോ. അത് കാരണം എനിക്ക് നന്നായിട്ട് ഓർമ്മയുണ്ട്. ജീവൻ്റെ ഞാൻ ആദ്യം വായിക്കുന്ന ബുള്ളറ്റിൻ ശരിക്കും നന്നായിട്ട് ഓർമ്മയുണ്ട്. എനിക്കതിനൊരു പേടിയൊന്നും അപ്പം തോന്നിയിട്ടില്ല. എനിക്ക് അതിനോട് അക്കസ്റ്റംഡ് ആയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ തന്നെ. പിന്നീട് ശരിക്കും ഒരു പ്രൈം ചാനൽ എന്ന നിലക്ക് ടെലിവിഷനിലേക്ക് സജീവമാവുന്ന ഘട്ടം, അത് ശരിക്കും എങ്ങനെയായിരുന്നു ഒരു മൂവ്മെന്റ് എന്നുള്ളത്? അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഏഷ്യാനെറ്റ് ന്യൂസിലോട്ട് പോകുന്നുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ് സമയത്ത് ഡൽഹിയിലൊക്കെ പോയിട്ടുണ്ട്. ഡൽഹിയിൽ പോയി അകലങ്ങളിലെ ഇന്ത്യ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും അവിടെ യമുന നദിയെ പറ്റി, ഒരു പൊല്യൂഷനെ പറ്റി ചെയ്ത സൂഫി കൾച്ചറിനെ പറ്റി ചെയ്തത് എനിക്ക് ഒരുപാട് അപ്രിസിയേഷൻ കിട്ടിയ അകലങ്ങളിലെ ഇന്ത്യ. അങ്ങനെ എനിക്കൊന്ന് നോർത്ത് ഈസ്റ്റ് ഒഴിച്ച് ബാക്കി നോർത്ത് ഈസ്റ്റ് ഇപ്പോഴും പോകാൻ പറ്റിയിട്ടില്ല. ബാക്കി ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും ഞാൻ ആ പ്രോഗ്രാമിന് പോയിട്ടുണ്ട്. അതൊക്കെ ഭയങ്കര എക്സ്പോഷറാണ്. കാര്യം ലോകം മൊത്തം കാണുന്ന, ഇന്ത്യ മൊത്തത്തിൽ ക്രിസ്ക്രോസ് കാണാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ഭയങ്കര അനുഭവമാണ്. അപ്പോൾ ആ അനുഭവം എനിക്ക് എൻ്റെ ഡൽഹി മാധ്യമപ്രവർത്തന കാലത്ത് കിട്ടി. അത് കഴിഞ്ഞ് മാതൃഭൂമിയിലുണ്ടായിരുന്നു. മാതൃഭൂമിയിലാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഏഷ്യാനെറ്റ് ന്യൂസിലുള്ള സമയത്ത് ഞാൻ അന്ന് അവിടെ ബിനിച്ചേട്ടനും PG സുരേഷ് കുമാർ ഇല്ലാത്ത സമയത്ത് ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ന്യൂസ് വന്ന് ചെയ്തിട്ടുണ്ട്. വല്ലപ്പോഴും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് മാതൃഭൂമിയിലോട്ട് വരുമ്പോഴാണ് ഞാൻ ഒരു പക്ഷേ സജീവമായ ആ ചർച്ചയിലോട്ട് വരുന്നത്. ശരിക്കും ആരായിരിക്കും ഈ ന്യൂസ് അവർ പോലെ പ്രൈം ടൈം ഡിബേറ്റിലേക്ക് ഹാഷ്മി പിക്ക് ചെയ്ത് ആരായിരിക്കും ഓർമ്മ ഉണ്ടോ? അല്ലെങ്കിൽ അതിനൊരു വഴി തുറന്നത് ഏത് ഘട്ടത്തിലാണെന്നുള്ളത്? എനിക്ക് തോന്നുന്നു ഏഷ്യാനിലെ ബിനിച്ചേട്ടൻ തന്നെയാണ് അത് സജസ്റ്റ് ചെയ്യുന്നതും. അങ്ങനെ അവരില്ലാത്ത സമയത്ത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് എന്നുള്ളതിലേക്ക് വരുന്നതും ഞാൻ അവിടെ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് മാതൃഭൂമിയിലോട്ട് വരുമ്പോഴേക്കും നമ്മൾ ഏഷ്യാനെറ്റിൽ അത് ചെയ്ത ആൾ എന്നുള്ളത് കിട്ടി തുടങ്ങി. അപ്പോൾ അത് മാതൃഭൂമി കുറച്ച് ഈസിയായി. മാതൃഭൂമിയിൽ സ്ഥിരമായി ചെയ്തു തുടങ്ങി. ഇൻട്രോ ഒക്കെ ചെയ്തു തുടങ്ങുന്ന മാതൃഭൂമിയാണ്. നമ്മളിപ്പോൾ ഈ പറഞ്ഞ സമയത്ത് വിനിച്ചേട്ടനാണെങ്കിലും അതല്ലെങ്കിൽ സുരേഷ് ചേട്ടനാണെങ്കിലും ഒക്കെ ഏഷ്യാനെറ്റിലെ ന്യൂസ് അവർ എന്ന് പറയുന്നത് വളരെ നേരത്തെ ഉള്ളൊരു പ്രോഗ്രാമാണല്ലോ. അപ്പോൾ ഈ പ്രൈം ടൈം ഡിബേറ്റുകളുടെ തുടക്കത്തിൽ ആ ടോപ്പിക്ക് പറയുന്നതിനപ്പുറത്തേക്ക് അതൊരു ഇൻട്രോ എന്ന നിലക്കുള്ള ഒരു സ്ട്രാറ്റജി തുടങ്ങുന്ന ഏത് ഘട്ടത്തിലായിരുന്നു? അതൊരു മാതൃഭൂമി വന്നിട്ടാണ് തുടങ്ങുന്നത്. മാതൃഭൂമിയിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. മാതൃഭൂമിയിൽ ആദ്യം ഒരു സാധനം പറയാവുന്നൊരു സാധനം ഉണ്ടായിരുന്നു. ഞാൻ കുറച്ചുകൂടെ ഒന്ന് നീട്ടി, കുറച്ചുകൂടെ പ്രാസോപ്പിച്ചു, ഒന്നുകൂടെ കുറച്ചൊരു രോഷത്തിന്റെ ഭാഷയൊക്കെ ആക്കി ഇവോൾവ് ചെയ്ത് വന്ന അതങ്ങനെ ഇവോൾവ് ചെയ്ത് വന്നതാണ് സാധനം. നേരത്തെ മാതൃഭൂമിയുടെ സൂപ്പർ പ്രൈം ഡേ എന്ന് പറയുന്ന ആ ചർച്ചയുടെ ഫോർമാറ്റിൽ തന്നെ ചെറിയൊരു ഭാഗം ഉണ്ടായിരുന്നു. ഞാനതിനെ ഒന്നുകൂടെ ഒന്ന് കുറച്ചൊരു ധാർമ്മിക രോഷം ഒക്കെ വരുത്തി, ഒരു കോമൺ മാന്റെ ഭാഷയിലോട്ടാക്കി വരുത്തി, അതങ്ങനെ ബോൾ ചെയ്ത് വന്നാണ്. എനിക്ക് ഈ ആഷ്മി ഈ ഇൻട്രോ എഴുതാതിരിക്കണ എങ്ങനെ ഞാൻ കേട്ടിട്ടുള്ള ഒരു കഥയാണ്. അതായത് ഈ കാക്കനാട് ഓഫീസിന്റെ ഓപ്പോസിറ്റിൽ ഒരു കഫേ പോയി ഒരു ബൂസ്റ്റ് കുടിച്ചിരുന്ന വൈകുന്നേരത്തേക്ക് ഇൻട്രോ റെഡി ആവും എന്നുള്ളത് എങ്ങനെയാ? ശരിക്കും ഇൻട്രോ എഴുതാതിരിക്കുന്ന ഒരു മൂഡ് എങ്ങനെയാണ്? പക്ഷെ ഇപ്പൊ പോയത് നമ്മുടെ ഓഫീസിന്റെ ഓപ്പോസിറ്റ് ഒരു ചായക്കട ഉണ്ടായിരുന്നു. ഇപ്പോൾ ഉള്ള ടീം, ഞാൻ ഇപ്പോഴും ചാടിക്കാൻ നമ്മുടെ സ്ഥിരം കടയാണത്. ഇപ്പോൾ ഉള്ള ടീം ഗംഭീര ടീമാണ്. അപ്പോൾ അത് നിറയെ ആൾ വരുന്ന കാരണം അവിടെ നമുക്ക് നേരത്തെ അവിടെ നിന്നും ആരും ചായ പിടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മളവിടെ പോയി എന്താണ് ഓഫീസിൽ ഇരിക്കുമ്പോൾ ഓഫീസിൽ വാർത്തയുടെ തിരക്ക് എപ്പോഴും വാർത്തയുടെ തിരക്കുണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഒരിടത്ത് പോയി ഒന്നിരിക്കുക ആലോചിക്കുക എന്നുള്ളൊരു സംഭവം ഓഫീസിനകത്ത് അത്ര പ്രാക്ടിക്കൽ അല്ല. ഒരു ഓഫീസിലും പ്രാക്ടിക്കൽ അല്ല. ഡെസ്കിൻ്റെ സ്പേസിൽ ഇരുന്നിട്ട് നമ്മുടെ സ്വന്തമായിട്ടൊരു ആലോചന നടത്താന്നുള്ളത്. അപ്പോൾ അവിടെ പോയിരുന്നിട്ട്
ഒരു ചായയും മേടിക്കും, അമ്മാരത്തുനിന്ന് പേപ്പറും മേടിക്കും, പേനയും മേടിക്കും. അവിടെ ഇരുന്ന് ഇങ്ങനെ ആലോചിക്കുമായിരുന്നു എവിടാന്ന് തോന്നാൻ. നല്ലമാരായിരുന്നു. അവിടെ ഇരുന്നിട്ടാണ് പരിപാടി ചെയ്തിരുന്നുള്ളത്. അവിടെ ഇരുന്നിട്ട് ഞാൻ ഒന്ന് ആലോചിച്ച്, സത്യം പറഞ്ഞാൽ ഞാൻ അവിടെ ഇരുന്നിട്ട് പ്രിപ്പയർ ചെയ്യുമായിരുന്നു. ആൾക്കാരൊക്കെ വിളിക്കാനും ഒക്കെ എനിക്ക് അവിടെ ഇരുന്ന്. കാര്യം അവിടെ അധികം ആരും അപ്പാസം മാറിയിരുന്നുള്ളതല്ലേ. എന്നാലും അധികം ചായ കുടിക്കാൻ വല്ലപ്പോഴും കാര്യം വന്ന് പോകുന്നേ ഉള്ളൂ. അപ്പൊ നമ്മളവിടെ സമാധാനമായിട്ട് അവിടെ ഇരിക്കാം. മൂലയ്ക്ക് 1 2 3 ചായ കുടിച്ചിട്ട് അവിടെ ഇരുന്ന് കഴിഞ്ഞാലും അവരെനിക്ക് ഗസ്റ്റായി വരുന്ന ആളിന് ഇതേപോലെ സംസാരത്തിൽ പറഞ്ഞാണ് ഇങ്ങനെ അനുഭവം അവിടെ ഇരിക്കുമായിരുന്നു. ഇപ്പൊ പോയി. ബഹളായിക്കണെന്നുള്ളത്. ഇപ്പൊ നിറയെ ആള്, ഭയങ്കര ആള്, കടകളും കൂടി അവിടെ 3-4 കടകളായി. ചായ ഗംഭീരമായിട്ട്. അതെ. ഇതിൽ തന്നെ ഇപ്പോ ഇൻട്രോ എന്ന് പറയുമ്പോൾ ഇതിന്റെ ഭാഷയും അവതരണവും 2 കാര്യങ്ങളുണ്ടല്ലോ. ഈ ഭാഷ എന്ന് പറയുമ്പോൾ വാക്കുകൾ ഇത്രയും കടുകട്ടി വാക്കുകൾ. അപ്പൊ നേരത്തെ വായനാശീലം ഉള്ളത് കൊണ്ടാണോ ഇത് എങ്ങനെയാണ് ഇതിന്റെ ഈ പ്രാസമൊപ്പിക്കൽ പരിപാടി? സത്യം പറഞ്ഞാൽ വായന എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ വളരെ കുറ്റബോധത്തോടെ ആലോചിക്കുന്നു. ഇപ്പൊ എനിക്ക് വായന വളരെ കുറവാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ വായന എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ വായന എന്ന് ഞാൻ കണക്കാക്കുന്നത് പത്രം വായിക്കുന്നതും ആനുകാലികങ്ങൾ വായിക്കുന്നതും അല്ല. ഞാൻ വായന എന്ന് പറഞ്ഞാൽ ഫിക്ഷൻ തന്നെയാണ്. എന്നാൽ എൻ്റെ കൺസെപ്റ്റാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഹാർഡ് കോർ ഫിക്ഷൻ തന്നെ വായിക്കുന്നതാണ് നമുക്കൊരു ഉള്ളിൽ വായിച്ചു എന്ന് തൃപ്തി വരുന്നതെന്ന് പറഞ്ഞാൽ അത് വായിക്കുമ്പോഴാണ്. പത്രം വായിക്കുന്നുണ്ട് നമ്മൾ, അത് നമ്മുടെ ജോലിയുടെ ഭാഗമായിട്ടും അല്ലെങ്കിലൊക്കെ തന്നെ നമ്മൾ വായിക്കുകയാണല്ലോ. അത് ശരി, അതല്ല യഥാർത്ഥ വായന. യഥാർത്ഥ വായന എന്ന് പറഞ്ഞാൽ നല്ല ഫിക്ഷൻ വായിക്കാവുന്നതാണ്. അത് ഞാനിപ്പോൾ വളരെ ഉഴപ്പാണ്. സമയം കിട്ടുന്നില്ല. സമയം കിട്ടുമ്പോൾ തന്നെ ഈ ഫോണൊക്കെ ഭയങ്കര പ്രശ്നമാണ്. ഫോണൊക്കെ എടുത്ത് കാണാം. അതിലേക്ക് പോകുന്നുള്ളത്. ഇൻട്രോടെ ശരിക്കും ലൈനപ്പ് പറയാം. അതായത് ഇതിന്റെ ഒരു എങ്ങനെയാണ് ഇതിന്റെ സ്ക്രിപ്റ്റ് തയ്യാറാക്കുന്ന ഒരു പരിപാടി? നമ്മളൊരു വിഷയത്തെ സമീപിക്കുന്ന ഇഷ്യൂ ബേസ്ഡ് ആയിട്ടാണ്. ആ ഇഷ്യൂ ബേസ്ഡ് ആയിട്ടെന്ന് പറയുമ്പോൾ നമുക്കൊരു കൺവിക്ഷൻ ഉണ്ടാവുമല്ലോ. ആ വാർത്തക്കകത്ത് ഏതാണ് നീതി എന്നൊരു എന്തായാലും ഒരു വാർത്തക്കകത്ത് ഒരു ശരിയും തെറ്റുമുണ്ട്. അപ്പം നമുക്കൊരു കൺവിക്ഷൻ ഉണ്ടാക്കിയെടുക്കാൻ വലിയ പാടുന്നു. ഇനി ഇല്ലാത്ത വിഷയമാകത്തെ നമുക്ക് ആൾക്കാരോട് ചോദിച്ച് ഒക്കെ മനസ്സിലാക്കി, അല്ലെങ്കിൽ അത് ബന്ധപ്പെട്ട വിദഗ്ധരോടൊക്കെ സംസാരിച്ച് നമുക്കൊരു ബോധ്യം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ആ ബോധ്യം ആദ്യം ഉണ്ടാക്കിയെടുക്കുന്നു. ആ ബോധ്യം സത്യത്തിനൊപ്പം നിൽക്കുന്നതും കോമൺ മാനൊപ്പം നിൽക്കേണ്ടതും ആയിരിക്കണം എന്ന് നമുക്ക് ഉറപ്പുണ്ടാവും. അത് വെച്ച് നമ്മളങ്ങ് സംസാരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. യഥാർത്ഥത്തിൽ അത് വലിയ ആനക്കാര്യം അല്ലത്. അതാണ് ഈ പറഞ്ഞ നമ്മൾ ഭയങ്കര ആർക്കും മനസ്സിലാവാത്ത ദുർഗ്രാഹ്യമായ ഭാഷയോ സാഹിത്യമോ ഒന്നും അതിനകത്തില്ല യഥാർത്ഥത്തിൽ. നമ്മൾ പറയുമ്പോൾ ആൾക്കാർ പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ പറയുന്നു എന്നൊരു ഫീലിലാണ് അതിങ്ങനെ. പക്ഷെ അതിൽ തന്നെ അതിന്റെ ആ ഒരു ആളുകൾക്ക് വൈകാരികമായി കണക്ട് ചെയ്യുന്ന പറയുന്നത് അതിന്റെ ഒരു ശൈലി കൂടെയാണ്. അത് അവതരിപ്പിക്കുന്ന രോഷാണെങ്കിലോ സങ്കടമാണെങ്കിലോ ഒക്കെ അത് പൂർണ്ണമായി പുറത്തേക്ക് പ്രകടിപ്പിക്കുന്നുണ്ടല്ലോ. അത് ഒരു പക്ഷെ നമ്മൾ ഈ ക്യാമറക്ക് മുമ്പിൽ എല്ലാവരും ഒരു ബുദ്ധിജീവി ടൈപ്പിൽ ലിമിറ്റഡ് ആയിട്ടാണ് ആളുകൾ ക്യാമറക്ക് മുമ്പിൽ ഒരു പെരുമാറുക. അത് ബ്രേക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് അതിന്റെ പ്രശ്നമാണ്. എനിക്ക് നമുക്ക് ഈ പുറത്തൊരു മാസ്ക് ഇട്ട് കാണിക്കാൻ അറിയാത്ത മനുഷ്യനാണ്. എന്താണ് ഉള്ളിലുള്ള കാര്യം അതങ്ങ് പുറത്ത് വരിക എന്നുള്ളതാണ്. അല്ല നമ്മൾ മനഃപൂർവ്വം ചെയ്യുന്നതല്ലത്. ഇതെന്ന് പറഞ്ഞാൽ നമ്മളൊരു വാർത്ത വായിക്കുമ്പം നമ്മളൊരു വാർത്തയിൽ രോഷം വരരുത്, സങ്കടം വരരുത് എന്നൊക്കെയാണ് ഐഡിയൽ. അതാണ് ചിലപ്പോൾ ശരി. നമ്മളൊരു യന്ത്രം മാറി നിന്ന് മൂന്നാമതൊരാളായിട്ട് മാറി നിന്ന് വാർത്തയെ സമീപിക്കുന്നതാണ് ശരിയായിട്ടും ഐഡിയൽ എന്നാണ് ഞാനും കരുതുന്നത്. പക്ഷെ നമുക്കത് പലപ്പോഴും പറ്റാറില്ല. ഒരു വാർത്തയ്ക്കകത്ത് നമുക്ക് ദേഷ്യം വരിക, നമുക്ക് ദേഷ്യം ഉണ്ടാവും. സങ്കടം വന്നാൽ നമുക്ക് സങ്കടം ഉണ്ടാവും. വയനാട് ദുരന്തം റിപ്പോർട്ട് ചെയ്തിട്ട് വന്നിട്ട് നമുക്ക് ശരിക്കും സങ്കടം വന്നതാണ്. വൈകാരികമായി അറിയാതെ നമ്മൾ കരഞ്ഞു പോകും. അത് ഏതെങ്കിലും തരത്തിൽ നമ്മൾ മനഃപൂർവ്വം വരുന്നതല്ല. അത് പറഞ്ഞു വരുമ്പോൾ അതങ്ങനെ സംഭവിക്കുന്നതാണ്. ഉള്ളിലുള്ള സാധനം അങ്ങനെ വരുന്ന രോഷമാണെങ്കിൽ അങ്ങനെ വന്നിരുന്നുള്ളതല്ലേ. രോഷം അങ്ങനെ വരുന്ന, സങ്കടം അങ്ങനെ വരുന്നതാണ്. അത് ചില വാക്കുകളൊക്കെ ജനമൈത്രി പോലീസ് എന്നൊക്കെ പറഞ്ഞെടുത്ത് അവിടേക്ക് ഏത് മൈത്രി എന്നൊക്കെ ചോദിച്ചു പോകുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ആ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പോലീസുകാരൻ എടുത്ത് ഇടിച്ച് CCTV ഒക്കെ വന്നതാണ് എന്ന് പറഞ്ഞാൽ അപ്പം നമ്മൾ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഫോൺ വിളിക്കും പല സംഭവങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം അതിന്റെ ഭാഗമായിട്ട് ആലപ്പുഴയിലാണ് ഒരു പാമ്പ് പിടിച്ചവനെ ഇതുപോലെ കൊണ്ടുപോയി ഇടിച്ച് കൂട്ടി. അപ്പം ആള് മാറി അറസ്റ്റ് ചെയ്താണ് പോലീസ്. വണ്ടിക്കകത്ത് ഇടിച്ചു കൂട്ടി. ഇയാളാണെങ്കിൽ അപ്പം എന്നിട്ട് പോലീസ് ജീപ്പ് ഇടിച്ചുകൊണ്ട് കൊണ്ടുപോകുന്നതിനിടയ്ക്ക് ഏമാന് കോള് വരുന്നു, ആളല്ലേ യഥാർത്ഥ ആളെ കിട്ടി എന്ന് പറയാണ്. ഈ പോലീസ് ഇയാളെ ജീപ്പ് തുറന്ന് ചവിട്ടി വിട്ടിട്ട് പോലീസ് പോവാണെന്നാണ്. എന്ന് പറഞ്ഞാൽ ഇത് ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്ത പരമസാധുവായോണ്ടല്ലേ അങ്ങനെ ചെയ്യുന്നത്. അക്രമം ഞാൻ പറയുന്നത് ഇപ്പം കുറച്ച് പദവിയുള്ളവനോ രാഷ്ട്രീയക്കാരനോ ആണെന്നുണ്ടെങ്കിൽ അവർ ചെയ്യൂല. ഇവൻ ചോദിക്കാനും പറയാൻ ആരും, ഇവന് വേണ്ടി സംസാരിക്കാൻ ആരുമില്ല. എന്ത് തോന്നിവാസം കാണിച്ചാലും ഒന്നും കുഴപ്പമില്ല. എന്നാ അഹങ്കാരം കൊണ്ടല്ലേ അങ്ങനെ ചെയ്യുന്നത്? അല്ലെങ്കിൽ തിരിച്ച് വീട്ടിലും കൊണ്ടാക്കത്തില്ലേ? സോറി പറയണ്ട. നിരന്തരം ചർച്ചകൾക്ക് വരുന്നുണ്ട്. ഏറെക്കുറെ സുഹൃത്തുക്കളായ ആളുകളായിരിക്കും പൊതുരംഗത്തുള്ള ആളുകളൊക്കെ, പ്രത്യേകിച്ച് രാഷ്ട്രീയക്കാരായ ആളുകൾ, സിനിമക്കാരായ ആളുകളൊക്കെ. ഇവരായിരിക്കും മിക്കവാറും പേരെടുത്തിട്ട് ഇവരുടെ പദവി ഉപയോഗിച്ചിട്ടൊക്കെ ഇപ്പോൾ ഇൻട്രോയിലൊക്കെ ആണെങ്കിലും വളരെ വളരെ സീരിയസ് ആയ ഭാഷയിൽ ഇവരെ വിമർശിക്കേണ്ടി വരുന്നത്. ഇത് പിന്നെ അതേ നിലക്ക് ഇവരുടെ വ്യക്തിബന്ധത്തെ ബാധിക്കാറുണ്ടോ എന്നുള്ളത്? 1-2 വ്യക്തിബന്ധങ്ങളെ ബാധിച്ചിട്ടുണ്ട് എന്ന് ചോദിച്ചെടുത്താൽ പൊതുവേ സത്യം രാഷ്ട്രീയക്കാരെന്ന് പറഞ്ഞാൽ അവർ ഭയങ്കര സഹിഷ്ണുത ഉള്ളവരാണ്. നമ്മൾ എത്ര കഠിനമായ വിമർശനം ഉന്നയിച്ചാലും അവർക്കറിയാം
നമ്മൾ അത് വ്യക്തിപരമായി ഭാഷ, പറയുന്നതല്ലെന്നും അത് ആ 1 മണിക്കൂർ നിൽക്കുന്ന രോഷമാണെന്നൊക്കെ അവർക്കറിയാം. ഇപ്പം ഇപ്പം അഡ്വക്കേറ്റ് അനിൽകുമാർ CPM നമ്മുടെ വളരെ അടുത്ത സുഹൃത്താണ്. നമ്മുടെ ഏറ്റവും കൂടുതൽ കൊമ്പ് കൊടുക്കുന്ന ലിസ്റ്റ് ഭയങ്കരമായിട്ട് അതിഭീകരമായി ബഹളം വെച്ചാലും അവർക്കറിയാം അത് 1 മണിക്കൂറത്തേക്കുള്ള ആ ചർച്ചാ വിഷയത്തിലുള്ള സാധനമാണെന്ന് നമുക്ക് വ്യക്തിപരമായി ഇവരോടൊന്നും യാതൊരു ദേഷ്യമില്ലെന്നും അവർക്ക് വളരെ നന്നായിട്ട് അറിയാം. പക്ഷെ ഇതിൽ തന്നെ ഇപ്പൊ കഴിഞ്ഞ ദിവസം റെജി ലൂക്കോസ് BJP ചേർന്ന സമയത്ത് അദ്ദേഹത്തോട് ടെലി എടുക്കുന്ന സമയത്ത് അവസാനം എന്ത് തേങ്ങയാണെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ടല്ലോ. അപ്പൊ അതൊക്കെ ശരിക്ക് അവിടെ നേരത്തെ പരിചയമുള്ള ആളായതുകൊണ്ടാണോ അല്ല ഈ എന്തൊക്കെ പറഞ്ഞാലും ഓൺ എയറിലല്ലേ ഈ പരിപാടി ഉള്ളത്? റീച്ചേട്ടൻ നമുക്ക് എത്ര വർഷമായിട്ട് അറിയാം എന്ന് പറഞ്ഞാൽ റീച്ചേട്ടനെ വർഷങ്ങളായിട്ട് അറിയാം. അപ്പോൾ പുള്ളിയുടെ ഒരു മാത്രമല്ല നമ്മൾ ചർച്ചയ്ക്ക് അപ്പുറം സംസാരിക്കുമല്ലോ. പുള്ളിയുടെ നിലപാടൊക്കെ അറിയുമ്പോഴത്തേക്കും ഒന്നാമത്തെ കാര്യം പുള്ളി BJPയിലോട്ട് പോകുന്ന ഞാൻ സ്വപ്നേ വിചാരിച്ചിരുന്നല്ല. അതൊരു ഷോക്കായി പോയി ഭയങ്കരമായിട്ട്. ഒന്നാമത്തെ കാര്യം എന്നാണ് പുള്ളി അങ്ങനെ പ്രതീക്ഷിക്കാത്തൊരു ആ ഒരു പ്രതീക്ഷ ചർച്ചയിലുണ്ടായിരുന്നല്ലോ. അതിന്റെ തൊട്ട് തല ദിവസം വന്നിരുന്നു അതിഭീകരമായിട്ട് വർഗീയ സംഘടനയാണ് BJP എന്ന് പറയും. പിണറായി വിജയന് വേണ്ടി വാഞ്ഞ് ബാറ്റ് ചെയ്യുകയും ചെയ്ത ഒരാള് ഞാൻ അത് ആ വാർത്ത നേരത്തെ നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ അറിയുമല്ലോ സാധനം. ഇത് ഞാൻ വാർത്ത വായിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്താണ് റെജി ലൂക്കോസ് BJPയിൽ ഒറ്റ ബ്രേക്കാണ്. അമ്മ തലക്കടിച്ച പോലെ ഒരു സാധനമായി പോയി എന്ന് പറഞ്ഞാൽ അത് ഒട്ടും നമ്മൾ പ്രതീക്ഷിക്കാത്ത അതുകൊണ്ടാണ് സംഭവിച്ചത്. അപ്പൊ ആ എക്സൈറ്റ്മെന്റ് ആണ് എന്നാ തേങ്ങയാ കാണിച്ചത് ചോദിച്ചു പോകുന്നത്. ഇതിൽ തന്നെ ഇപ്പൊ ആശ്മി നേരത്തെ പറഞ്ഞു നമുക്ക് ഈ ഒരു അഭിനയം മാറ്റിവെച്ച് നമ്മൾ വളരെ ജെന്യൂൻ ആയിട്ടാണ് ക്യാമറക്ക് മുമ്പിൽ. ഇതേപോലെ തന്നെയല്ലോ ഒരിക്കൽ ഓൺ എയർ ആണെന്ന് അറിയാതെ ഘട്ടത്തിൽ ഒരു ഷോ പ്രൊഡ്യൂസറോട് എന്തോ ഒരു ആംഗ്യം കാണിക്കുന്നത് വേണേൽ ട്രോൾ ചെയ്യപ്പെട്ടില്ല ആ സാധനം. അപ്പോൾ അങ്ങനത്തെ പിറ്റേ ദിവസം കമന്റിൽ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്യാമറ കാണുന്ന ആശ്മിയല്ല ഇത്രയും ദേഷ്യപ്പെടുന്ന ആശ്മിയാണെന്നുള്ളതൊക്കെ. ശരിക്ക് അങ്ങനെ ഏതെങ്കിലും ഒരു മൊമെന്റ് വരുന്ന സമയത്ത് ഓഡിയൻസിന്റെ റിയാക്ഷൻ ഒക്കെ എങ്ങനെ ഉണ്ടാവാറുള്ളത് എന്ന് പറഞ്ഞാൽ ആ സംഭവം ഇപ്പൊ നമ്മൾ ആ ഷോ സീരിയസ് ആയിട്ട് കാണുന്നത്. അപ്പൊ അതിന് മുമ്പും അപ്പൊ നമ്മൾ ആ ഷോയ്ക്ക് വേണ്ടിയുള്ള പല സാധനങ്ങൾ എടുത്തു നോക്കുകയും ചെയ്യുമായിരിക്കും. അപ്പൊ നമ്മൾ സീരിയസ് ആയിട്ട് തന്നെ ഇരിക്കുന്ന ആ ഷോയ്ക്കകത്ത് ഞാൻ പ്രൊഡ്യൂസർമാർ ദേഷ്യപ്പെടാറുണ്ട്. അത് ഈ പറയുന്ന പോലെ ഏതെങ്കിലും വ്യക്തിപരമായ ദേഷ്യമുണ്ട്. നമ്മുടെ ആ ഷോയ്ക്ക് എന്തെങ്കിലും ചെറിയ കോട്ടം വരെ നമുക്ക് സഹിക്കാൻ പറ്റൂല. അപ്പൊ അന്ന് സംഭവിച്ചെന്ന് പറഞ്ഞാല് അതായത് രണ്ട് ബൈറ്റ് ഉണ്ട്. അപ്പൊ ആ ബൈറ്റ് കൃത്യമായി പ്ലേസ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ അത് എൻ്റെ പാക്കേജ് പൊളിഞ്ഞു. മാത്രമല്ല അവിടെ എതിർക്കാൻ നിൽക്കുകയാണ്. അപ്പൊ ആ കറക്റ്റ് ആ പ്ലേസിൽ ആ ബൈറ്റ് വീണാൽ മാത്രമേ പറ്റുള്ളൂ. അപ്പൊ ഒരാളുടെ തന്നെയാണ് 2 ബൈറ്റും. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിട്ട് കയറുന്നുണ്ട് ഇതുപോലെ 2 ബൈറ്റ് ഉണ്ട്, തെറ്റിപ്പോരുത്, തെറ്റിപ്പോയ പൊളിഞ്ഞു പോകും എന്ന് ഞാൻ പറഞ്ഞിട്ടാണ് കയറുന്നത്. പക്ഷെ അത് ഒന്ന് കേൾക്കുമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് കൃത്യമായിട്ട് 2ാമത് വെയിറ്റാണ് പ്ലേ ചെയ്തത്. അപ്പോൾ എന്നെ കാണിക്കുക എന്ന് ചോദിച്ചാൽ ആ സ്വിച്ചർ അത്. പക്ഷെ അത് നമുക്ക് യാതൊരു നമ്മുടെയൊക്കെ ഭയങ്കര ചങ്കായിട്ടുള്ള പ്രൊഡ്യൂസർമാരാണ്, അവർക്കും അറിയാം. അതൊക്കെ മൊമെന്റ് മാത്രമേ ഉള്ളൂ. ശരിക്കും ഈ ചർച്ചയിൽ തന്നെ ഇപ്പോ ഒരു പ്രധാന വരുന്ന ഒരു വിമർശനമാണ് ആദ്യത്തെ ഒരു 3 മിനിറ്റ് ഹാഷ്മി നിലപാട് പറഞ്ഞു വെച്ചിട്ടാണ് ചർച്ച തുടങ്ങുന്നത്. അപ്പോൾ സ്വാഭാവികമായി വരുന്ന ആളുകൾക്ക് പ്രതിപക്ഷ ബഹുമാനം എന്നുള്ള ഒരു സ്പേസ് മാറ്റി വെച്ചാൽ ഇവിടെ തീരുമാനമായ ഒരു വിഷയത്തിൽ നമ്മൾ ചർച്ച ചെയ്യണമെന്ന് ചോദിക്കുമല്ലോ. അതിനോട് ശരിക്കും എന്താണ് വിശദീകരിക്കാൻ? അല്ല, ഞാൻ പറഞ്ഞത് അതുപോലെ പ്രസക്തമായ ചോദ്യമാണ്. നമ്മൾ പാർഷ്യലാവരുത് എന്നാണ് പറയാറ്. പക്ഷെ നമ്മളൊരു വിഷയത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിനെ ഇഷ്യൂ ബേസ്ഡ് ആയിട്ട് കാണുമ്പോഴത്തേക്ക് അതിനകത്തൊരു ജസ്റ്റിസ് ഉണ്ടെങ്കിൽ ഞാൻ ആ പക്ഷം പിടിക്കും. അത് പറഞ്ഞു വെക്കുന്നതിലൂടെ നമുക്ക് സത്യം പറഞ്ഞാൽ ആ ചർച്ചയ്ക്ക് ഒരു പോയിന്റും കൂടെ ഞാൻ വെക്കുകയാണ്. ചർച്ച ഡിബേറ്റിന് ശരിയാണ്, നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ് സ്ഥാപിക്കുകയാണ് എന്ന് പറഞ്ഞാൽ പോലും ഇപ്പൊ ഞാനന്ന് പറഞ്ഞ CPM-നെതിരെ ആണെങ്കിൽ ഞാൻ അതിൽ ആദ്യമായി പോകുന്നത് CPM പ്രതിനിധിയിലൂടെ പോവുള്ളൂ. ആദ്യം കാര്യം അവർക്കത് പറയാനുള്ള സമയം വേണം. കാര്യം ഞാൻ അവരെയാണ് വിമർശിക്കുന്നത്. അപ്പൊ ആ വിമർശനത്തിന് മറുപടി പറയേണ്ട ഞാൻ വേറൊരാളോട്ട് പോകില്ല, നേരെ അവരിലോട്ട് പോയിട്ട് പനലേട്ടനൊക്കെ ആണെങ്കിൽ പുള്ളി പൊട്ടിത്തെറിക്കും, വട്ടാണെന്ന് പറഞ്ഞ് പുള്ളി പൊട്ടിത്തെറിക്കും. അപ്പൊ പുള്ളി അപ്പൊ നമ്മുടെ ഇൻട്രോ കുറച്ച് ഹാർഷാണെന്നുണ്ടെങ്കിൽ അവരുടെ പ്രതികരണം ഹാർഷായിരിക്കും. ഉറപ്പില്ലേ? അവരുടെ പാർട്ടി നമ്മൾ പറയണം, അവർ അത് പറയാൻ ബാധ്യസ്ഥമാണ്. കോൺഗ്രസ് ആണെങ്കിൽ അങ്ങനെ, BJP ആണെങ്കിൽ അങ്ങനെ. ആദ്യം BJPയിലോട്ട് പോകുന്നൊരു ഇവരങ്ങ് പൊട്ടിത്തെറിക്കും. നമ്മളെ ചിലപ്പോൾ മര്യാദ ഇല്ലാത്ത വർത്താനമൊക്കെ പറയുമായിരിക്കും. പക്ഷെ അതിലുള്ള അവരുടെ പ്രതികരണം പറഞ്ഞ് അതിൽ മറുപടി പറഞ്ഞ് എന്നിട്ട് അടുത്ത യുദ്ധത്തിലോട്ട് പോകുള്ളൂ. അപ്പൊ എനിക്ക് തോന്നുന്നത് അത് ജസ്റ്റിഫൈഡ് ആവുന്നുണ്ട് അവിടെ. അവർക്കുള്ള വോയിസ് കൂടെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ വേണമല്ലോ. അതെ. കഴിഞ്ഞ ദിവസം സന്ദീപ് ഒരു വീഡിയോ ക്ലിപ്പ് ഉണ്ടായിരുന്നു. ഹാഷ്മി ഗസ്റ്റുകളെ കണ്ടെത്താൻ വേണ്ടി ചില ട്രിക്കുകൾ നടത്തുന്നുണ്ട്. അതായത് സന്ദീപിനോട് വിളിച്ച് പറഞ്ഞ് ഈ ടോപ്പിക്ക് തന്നെ വരണം എന്ന് പറഞ്ഞു. പക്ഷെ അതിന്റെ ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടി ചാമക്കാരെ വിളിച്ചപ്പോഴാണ് പറഞ്ഞു ഇതേ കാര്യം എന്നോടും പറഞ്ഞ് നേരത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഈ ഗസ്റ്റിനെ കണ്ടെത്താന്ന് പറഞ്ഞ ഒരു പൊടിക്കൈ പരിപാടി എങ്ങനെയൊക്കെയാണ്? ചെറിയ തന്ത്രങ്ങളൊക്കെ ഇടുമല്ലോ. സന്ദീപൊക്കെ നമ്മൾ BJPയിലുള്ള സമയത്ത് നമ്മുടെ സുഹൃത്താണ്. ജ്യോതി ചേട്ടനൊക്കെ വർഷങ്ങളായിട്ട് അറിയാവുന്നതാണ്.
അപ്പൊ അവരോടൊക്കെ നമുക്ക് പറയാനുള്ള സ്വാതന്ത്ര്യങ്ങളോട് പറയുന്ന ഒരു പൊടിക്കൈ ഉണ്ട് മനഃപൂർവ്വം വഞ്ചിക്കാന്നുള്ള സാധനം. അതെ, ഗസ്റ്റ് കോർഡിനേറ്റർ ആയിരിക്കുമല്ലോ മിക്കവാറും എത്തിക്കുക. പക്ഷെ ഹാഷ്മി ഒരു സെൽഫ് റിസ്കിൽ ഇതേപോലെ ഗസ്റ്റുകളെ പിക്ക് ചെയ്യാറുണ്ടോ ഓരോ ടോപ്പിക് അനുസരിച്ച്? അല്ല, ഞാൻ പറഞ്ഞത് നേരത്തെ ഈ പറഞ്ഞൊക്കെ നേരത്തെ ആയിരുന്നു കേട്ടോ. ഇപ്പം CPM-നും കോൺഗ്രസിനും BJP-ക്കും കൃത്യമായി ഗസ്റ്റ് കോർഡിനേറ്റർ ഉണ്ട്. നമ്മൾ അവരുമായി സംസാരിക്കുക, പാർട്ടി വഴി തന്നെ പാർട്ടി വഴി അവർ അറേഞ്ച് ചെയ്ത് തരിക. പിന്നെ നമുക്ക് ഇപ്പം നമ്മുടെ ഒരു പ്രയോറിറ്റി ഉണ്ടെങ്കിൽ വേണമെങ്കിൽ പറയാം, ഇന്നയാളെ തരാൻ പറ്റുമോ ചോദിക്കാം, ഒരാളുണ്ടെ തരും. പക്ഷെ എന്നാൽ പോലും ആത്യന്തികമായി അവർ തരുന്ന ആളാണല്ലോ നമ്മുടെ ഗസ്റ്റ്. നമുക്ക് പിക്ക് ചെയ്യാൻ പരിമിതി ഉണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് സെലക്ട് ചെയ്തതിന് പരിമിതിയുണ്ട്. നേരത്തെ നമ്മൾ തന്നെ ആയിരുന്നു വിളിക്കുന്നത്. മിക്ക ചർച്ച ഒരു ആദ്യത്തെ ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴേക്ക് തന്നെ ഈ വാഗ്വാദം ബഹളവും തുടങ്ങുമല്ലോ. ഇത് ഏതെങ്കിലും നിലയ്ക്ക് 9 മണിക്ക് പ്രൈം ടൈം ഡിബേറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അങ്ങനെ ആ ഒരു പ്രശ്നം നിലനിൽക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇവരായിട്ട്? എന്തായാലും അപൂർവമായിട്ട് ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ PC ജോർജുമായിട്ടൊക്കെ ഉള്ള 1-2 സാധനങ്ങളൊക്കെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം പുള്ളിക്ക് ദേഷ്യം ഉണ്ടാവുകയും പിന്നെ അത് ഫേസ്ബുക്കിലോട്ട് പോവുകയും പിന്നെ ചർച്ച വലുതായി പോവുകയും തർക്കം ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നുണ്ട്. അത് ഇതിന്റെ പാർട്ട് ഓഫ് ദ ഗെയിമാണ്. ഇതിന്റെ കൂട്ടത്തിലുള്ള ആളാണ്, ഇതിന്റെ എക്സ്റ്റൻഡഡ് സംഭവമാണ് അങ്ങോട്ട് പോകുന്നത്. ബാക്കി എല്ലാവരും ആക്ച്വലി ആ വ്യക്തിബന്ധം അങ്ങനെ തുടരുന്നു. വ്യക്തിബന്ധമുണ്ട് ഇവരോട്. നമുക്ക് വ്യക്തിപരമായിട്ട് ഇവരോട് എന്താണ് നമ്മൾ ആ വിഷയത്തിലുള്ള ചൂടും അതേ ഉള്ളൂ. അതിനപ്പുറം ഇവരൊക്കെ എന്താണ് അല്ല പേഴ്സണലി തോന്നാറുണ്ട്, അതായത് എനിക്ക് ഇത്ര തന്നെ ഇതുമ്മ കടുംപിടുത്തം വേണ്ടിയിരുന്നില്ല തോന്നാറുണ്ടോ? പിന്നെ ഒന്നല്ല, പലയാവർത്തി തോന്നിയിട്ടുണ്ട്. അല്ല, അങ്ങനെ ഏതെങ്കിലും ഒരു ഭാഷ ഉപയോഗിച്ചോ അതല്ലെങ്കിൽ അവൻ അത്ര ദ്രോഹിക്കേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്ന ഒരു മൊമെന്റ്? അല്ല, എന്ന് പറഞ്ഞാൽ നമ്മള് ഭാഷ കടുത്തു പോകുന്ന അത്രയും വേണ്ടായിരുന്നു. ഇപ്പൊ അത് പലരും പറയുമല്ലോ, ഓഫീസിലാണെങ്കിലും ഇപ്പൊ എന്റെ അത്തച്ഛ വാപ്പ ആണെങ്കിലും ഒക്കെ പറയും എത്രയും എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഒരു ബൈറ്റ് നമ്മള് ശ്രീജിത്ത് എടുത്ത സമയത്ത് പത്തനംതിട്ടുള്ള സമയത്ത് വാപ്പന് പറഞ്ഞില്ല, ഞാൻ ഒറ്റ കാര്യത്തിന് വേണ്ടി പറയാറുള്ളൂ, ഇത്രയും ദേഷ്യം ആൾക്കാരോട് കാണിക്കല്ലേ. അത് പറയാറുണ്ട്, അത് എല്ലാം പറയാറുണ്ട്. ഉണ്ടല്ലേ? അപ്പൊ അവരൊക്കെ സ്ഥിരമായിട്ട് പരിപാടി ഒബ്സർവ് ചെയ്യുന്ന ടീം കാണുന്നവരാണ്. കൃത്യമായിട്ട് നമ്മളെ ക്രിട്ടിക്കലായിട്ട് തന്നെ പറയാറുണ്ട് അല്ലേ? ശരിക്കും ആക്ച്വലി ഈ ചർച്ചയുടെ പുറത്ത് ഇവരായിട്ടുള്ള വ്യക്തിബന്ധം കീപ്പ് ചെയ്യുമ്പോൾ ഒരുപക്ഷെ ഫ്ലോറിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരെ പൂർണ്ണമായി ക്രിട്ടിസൈസ് ചെയ്യേണ്ടി വരുമല്ലോ. അപ്പൊ ഇത് എങ്ങനെയാണ് ഈ ബാലൻസ് ചെയ്യല് പരിപാടി എന്നുള്ളത്? സത്യം പറഞ്ഞാൽ ഫ്ലോറിലോട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സൗഹൃദം എന്നുള്ള സാധനം അവിടെ ഇല്ല. യഥാർത്ഥത്തിൽ നമ്മൾ ആ വിഷയത്തിൽ ഒപ്പണന്റ് അല്ലെങ്കിൽ വിഷയത്തിൽ അനുകൂലി അങ്ങനെയുള്ള സാധനം മാത്രമേ നമ്മളവിടെ എടുക്കാറുള്ളൂ. പിന്നെ വല്ലപ്പോഴും നമ്മൾ സൗഹൃദം പങ്കുവെക്കേണ്ട സമയം അങ്ങനെയുള്ള ലൈറ്റ് വിഷയമാണെന്നുണ്ടെങ്കിൽ ആ സൗഹൃദം നമ്മളവിടെ വിളിവാക്കുന്നത്. ബേസിക്കലി മണ്ണവർ എന്ന് പറഞ്ഞാൽ നമ്മൾ ചർച്ചയ്ക്ക് ഇടുന്ന വിഷയമാണ് മണ്ണവർ. ആ മണ്ണവറിൽ നമ്മൾ സൗഹൃദം കൊണ്ട് ഇന്നത് പറഞ്ഞത് ശരിയാണോ ഒന്നും ആലോചിക്കാറൊന്നുമില്ല. പറയാറുണ്ട്, പറഞ്ഞു കൂടിപ്പോയി കഴിഞ്ഞാൽ ചർച്ച ചെയ്യുമ്പോൾ വിളിക്കാറുണ്ട്. അങ്ങനെ ഏതൊരാളെ കൂടിപ്പോയി തോന്നി പിന്നീട് സെറ്റിൽ ചെയ്തൊരു അനുഭവം നമ്മൾ വിളിക്കാറുണ്ട്, വിളിച്ച് ചേട്ടാ ഓവറായി പോയി. അല്ല, അങ്ങനെ ഏതൊരാളെ നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റും, പേര് പറയാതെയൊക്കെ? അങ്ങനെ പലരും ഉണ്ടായിട്ടുണ്ട്. ഈ ഇങ്ങനെ ഒരാളെ നമ്മൾ വളരെ ക്രിട്ടിസൈസ് ചെയ്തതിന് ശേഷം ഇപ്പൊ ചാനലിന്റെ ഭാഗത്തുനിന്നോ അതല്ലെങ്കിൽ ഫാമിലിയൊക്കെ പറഞ്ഞതിന് ശേഷം കുറച്ച് നമുക്ക് കുറക്കണം തോന്നിയിട്ടുണ്ട് അങ്ങനെ ഒരാൾ നമ്മൾ ഇത്ര സീരിയസ് ആവണ്ടെന്നുള്ളത്? അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, തോന്നിയിട്ടുണ്ട്, കുറച്ചിട്ടുണ്ട്. പക്ഷേ പോകെ അതൊന്നും പിന്നെ അങ്ങനെ ആവും. നമ്മുടെ ഒരു ബേസിക് ശൈലി അതിന്റെ പ്രശ്നമാണ്. അതങ്ങനെയാണെന്നുള്ളത്. എന്നാലും ഒരുപാട് കുറച്ച് ചെയ്യാൻ കേട്ടോ. ഈ ജനകീയ കോടതി വരുന്ന ആളുകൾ എന്ന് പറയുമ്പോൾ അവരുടെ എൻ്റയർ ലൈഫിനെ ക്രിട്ടിസൈസ് ചെയ്യാണ്. അപ്പൊ അത് വിട്ടിട്ട് പിന്നെ ആ ഒരു കണക്ഷൻ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാറുള്ളത്? ജനകീയ കോടതി എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പോലെയാണ്. ജനകീയ കോടതി നമുക്ക് ഈ നമ്മളൊരു ഒരു ദിവസത്തെ ഒരു വിഷയത്തിൽ പ്രിപ്പയർ ചെയ്താൽ മതിയാവാത്ത സാധനമാണ്. ഈ പറയുന്ന പോലെ ഒരാളുടെ എൻ്റയർ ലൈഫ് അപ്പോൾ അതിലുള്ള വിവാദങ്ങൾ ഒക്കെ കാര്യങ്ങൾ ചോദിക്കേണ്ടി വരും. മാത്രമല്ല ആ പ്രോഗ്രാമിന്റെ സ്ട്രക്ചർ തന്നെ അങ്ങനെയാണല്ലോ. എന്ന് പറഞ്ഞാൽ ഒരു കോടതി അങ്ങനെ കൺസീവ് ചെയ്തേക്കുന്നത് കോടതി മുറിയാണ്. അയാൾ ഇരിക്കുന്നത് പ്രതിക്കൂട്ടിലാണ്. നമ്മളൊരു വക്കീലാണ്, ജഡ്ജിയുണ്ട്, അയാളെ ഒപ്പോസ് ചെയ്യാൻ ഒപ്പണുണ്ട്. അപ്പൊ തന്നെ അയാളോട് ക്രിട്ടിക്കലായിട്ട് ചോദിക്കാൻ പറ്റുള്ളൂ. അവരെ ഒരുങ്ങിയിട്ടാണല്ലോ വരുന്നത്. മാത്രമല്ല അവർക്ക് അവരുടെ ലൈഫിൽ വന്ന എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ ക്ലാരിറ്റി വരുത്താനുള്ള സ്പേസും കൂടാണ്. അപ്പൊ അത് പലപ്പോഴും എന്താണ് നമ്മൾ കടുത്ത വിമർശനം നടത്തേണ്ടി വന്നിട്ടുണ്ട്. അതിന്റെ പേര് പടക്കം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് ഈ പറയുന്ന പോലെയാണ്. കഴിയുമ്പോഴത്തേക്ക് നമ്മൾ പറയും, ചേട്ടാ ഈ പ്രോഗ്രാമിന് ആവശ്യമുള്ളതുകൊണ്ടാണ് ഇതിങ്ങനെ ചെയ്യുന്നത്, അല്ലാതെ നമുക്ക് വ്യക്തിപരമായി ഒന്നുമില്ല കേട്ടോ എന്ന് പറഞ്ഞ് ദേഷ്യമുള്ളവരെയൊക്കെ അങ്ങനെ പറഞ്ഞിട്ടേ വിടുള്ളൂ. അങ്ങനെ വിടുള്ളൂ. ഇതിലാരെങ്കിലും ഈ ചർച്ചയിൽ നിന്ന് ഇറങ്ങി പോണ മൊമെന്റ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത്? പിന്നെ ചർച്ച ഇറങ്ങിപ്പോ കോമൺ ആയിട്ട് സംഭവിക്കുന്നതാണ്. അല്ല, അവരൊക്കെ അങ്ങനെ പിന്നീട് അവരാ ബന്ധം നിലനിർത്താൻ പറ്റാറുണ്ടോ? അതുണ്ട്. അവര് ഈ ദേഷ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് മാത്രമുള്ള സാധനമല്ല, അവർക്കുള്ള സാധനമാണല്ലോ. അവര് തിരിച്ചും കിട്ടുന്നില്ല. തിരിച്ചും അവരൊക്കെ ബൈക്കൊക്കെ പറിച്ച് ഇറങ്ങി പോയിട്ടൊക്കെ ഉണ്ട്. എത്രയോ പേര് ചർച്ച ഇറങ്ങി പോയിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ വരും. അത് പ്രധാനമായിട്ട് രാഷ്ട്രീയക്കാരെന്ന് പറഞ്ഞാൽ അവർ ഒരുപാട് മനുഷ്യരെ കാണുന്നതായത് കാരണം, അവർക്ക് ജീവിതങ്ങൾ അറിയാവുന്നതായത് കാരണം, അവർ ഭയങ്കര പക്വതയുള്ള മനുഷ്യന്മാരാണ്. ഏത് രാഷ്ട്രീയക്കാരായിക്കോട്ടെ, അവർ മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് ഭയങ്കര പൂർണ്ണത ഉള്ള മനുഷ്യന്മാരാണ് ബഹുഭൂരിപക്ഷവും. അപ്പോൾ അവർക്കറിയാം ഇവൻ എന്നോട് എന്തിനാ ദൂരദേഷ്യമില്ലെന്ന് അവർക്കറിയാം. പിന്നെ എന്തിനാണ് അവരും നമ്മളോട്
ഒരു വ്യക്തി അവര് അവിടെ പറയാനുള്ള സാധനം അവരും കർശനമായി പറയും. നമ്മുടെ ഭാഷ മോശമാണെങ്കിൽ തിരിച്ച് അതിനേക്കാൾ മോശം ഭാഷ നമ്മളോട് പറയും. അവിടെ വിട്ടിട്ട് തീരും. ഈ ചർച്ചയ്ക്ക് ശേഷം സോഷ്യൽ മീഡിയയിൽ ഇതിന്റെ ഇമ്പാക്ട് എന്താണെന്ന് നോക്കാറുണ്ടോ? സത്യം പറഞ്ഞാൽ ഇപ്പൊ കാര്യമായിട്ടൊന്നും നോക്കാറില്ല. നേരത്തെ നമ്മൾ ക്യൂരിയസ് ആയിട്ട് നോക്കുമായിരുന്നു ഇത് എവിടെ എത്തിക്കണം എവിടെ എന്താന്നുള്ള സാധനം. ഇപ്പൊ പിന്നെ അതങ്ങനെ അങ്ങനെ സീരിയസ് ആയിട്ട് നോക്കാം. പിന്നെ ഫേസ്ബുക്ക് ഒക്കെ കുറച്ചു പോസ്റ്റുകളൊന്നും കാണാറില്ല. സമയം പ്രശ്നം. നമ്മൾ ഇത് സത്യം പറഞ്ഞാൽ ഫേസ്ബുക്ക് എന്ന് പറയുന്നത് സമയം കൺസ്യൂം ചെയ്യുന്ന കയ്യും കണക്കില്ലാത്ത സാധനമാണ്. പക്ഷെ നമ്മളെ എല്ലാ അപ്ഡേഷനും നടക്കുന്ന ദിവസത്തിന്റെ എൻ്റെയർ ഭാഗവും ഈ ചാനലും ഈ വാർത്ത അവതരണമൊക്കെ ബന്ധപ്പെട്ടാണല്ലോ. ഇതിൽ ഈ പേഴ്സണൽ ലൈഫ് എന്ന് പറയുന്ന സാധനം ഇത് എങ്ങനെയാണ് ഒരുമിച്ച് കൊണ്ടുപോകുന്നത്? വളരെ വലിയ പാടാണ്. എന്ന് പറഞ്ഞാൽ ഇത് ഈ ജോലി നമ്മൾ 100% ആത്മാർത്ഥം ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ സ്വഭാവം ഇങ്ങനെയാണ്. കാരണം നമ്മൾ രാവിലെ പോവുകയും അവിടെ നിൽക്കുകയും വാർത്തയിൽ നിൽക്കുകയും ഇതിങ്ങനെ പറ്റുള്ളൂ. പറഞ്ഞ പോലെ ഫാമിലി കുട്ടികൾ തന്നെ അവരോട് സ്പെൻഡ് ചെയ്യാനുള്ള സമയം സത്യം പറഞ്ഞാൽ വളരെ കുറവാണ്. കിട്ടുന്ന ഒരു സമയത്ത് അച്ഛൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് പന്തളത്തൊക്കെ ഇപ്പൊ വന്നിട്ട് കുറെ കാലമായി. ഞാൻ കഴിഞ്ഞ ശനിയാഴ്ച ഒരു കല്യാണത്തിന് മസ്റ്റായിട്ട് കല്യാണത്തിന് അത് ഞാൻ പോകുന്ന 2 മാസത്തിന് ശേഷമൊക്കെയാണ് പോകുന്നത്. നേരത്തെ ഞാൻ പണ്ടൊക്കെ ഞാൻ എല്ലാ ആഴ്ച കൊണ്ടുവരുന്നത് പറ്റാറില്ല. അവരിങ്ങോട്ട് വരും പാവം. അതല്ല ഇപ്പൊ ഈ ഫാമിലിയുടെ ഒരു സ്വാഭാവികമായ പരിഭവം ഉണ്ടാവില്ല അവർക്ക്. അപ്പൊ അതെങ്ങനെയാണ് ഇത് പരിഹരിച്ചു പോകലെന്നുള്ളത്? പരിഭവങ്ങളോ എപ്പോഴും ഉണ്ടാവുമല്ലോ. ഇപ്പം കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇവർക്ക് മനസ്സിലാവും എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല, അവനെ ആ വഴിക്കാൻ വിടുക എന്നല്ലെന്ന് തോന്നും. എന്നാൽ പോലും നമ്മൾ പരമാവധി സമയം കണ്ടെത്താനും ഉള്ള സമയത്ത് അവരോട് ഇരിക്കാനും എങ്ങനെയെങ്കിലും ഒരു സമയം കണ്ടെത്തി അങ്ങോട്ടേക്ക് പോകാനൊക്കെ നമ്മൾ പരമാവധി സമയം കണ്ടെത്താറുണ്ട്. അതായത് ആളുകൾ വിളിച്ച് അങ്ങനെ അഭിനന്ദിക്കാറുണ്ടോ ചർച്ച കേട്ടിട്ട്? അതല്ലെങ്കിൽ ആൾ ക്രിട്ടിസൈസ് ചെയ്യാറുണ്ട്? പേഴ്സണലി ആളുകൾ ബന്ധപ്പെടാറുണ്ട്? ഒരുപാട് പേര് വിളിക്കാറുണ്ട്, നല്ലതും മോശവും പറയാറുണ്ട്. പക്ഷെ കൂടുതൽ പറയുന്നത് എനിക്ക് നല്ലത് തന്നെ പറയുന്നത്. ഒരുപാട് പേര് വിളിക്കാറുണ്ട്, പുറത്ത് കാണുമ്പോഴത്തേക്ക് ഭയങ്കര സ്നേഹം കാണിക്കാറുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മളെ ആദ്യമായിട്ട് കാണുന്ന എത്രയോ കുടുംബത്തിലെ ഒരാളെ പോലൊക്കെ ഒന്ന് കെട്ടിപ്പിടിച്ചിട്ടൊക്കെയുണ്ട്. അതൊക്കെ നല്ല അനുഭവങ്ങളാവും. പാലക്കാട് ഒരു വീഡിയോ ഉണ്ടായിരുന്നു. പാലക്കാട് ഇക്ക വന്നിട്ട് ടി വി കാണുന്നപ്പോൾ ആളല്ലേ ഇത്രയും സൗന്ദര്യം ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പൊ അങ്ങനത്തെ കുറെ മൊമെന്റുകൾ ശരിക്ക് ഓഫ് ക്യാമറ ഉണ്ടാവാറുണ്ട്. അതൊക്കെ നമുക്ക് കിട്ടുന്ന ബോണസ് സാധനങ്ങളാണ്, ഇതിന്റെ ഭാഗമായി കിട്ടുന്ന അഡ്വാൻറ്റേജ്. അതുകൊണ്ട് മാത്രമേ ഞാൻ നിലമ്പൂർ റിപ്പോർട്ടിങ് പോയപ്പോഴത്തേക്ക് അവിടെ വന്നപ്പോഴത്തേക്ക് ഞാൻ റിപ്പോർട്ട് ചെയ്തോണ്ടിരിക്കും. അപ്പോൾ ഒരു ഓട്ടോക്കാരൻ ചേട്ടൻ എടാ അഥമ മാപ്രേ എന്ന് വിളിച്ചിട്ട് ഓട്ടോ അടിച്ചു. അതെ, ഇതിന്റെ കൂട്ടത്തിൽ ഈ അഥമ മാപ്ര എന്ന് പറഞ്ഞപ്പോഴാണ് ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ ആളുകൾ ഉപയോഗിക്കുന്ന ഒരു ടാഗ് ഈ അഥമ മാപ്ര എന്നുള്ളതാണ്. എന്തായിരിക്കും അതിന്റെ കാരണം എന്നുള്ളത് ആശ്മിനെ പറയുകയാണെങ്കിൽ? അല്ല, ഞാൻ ഈ അഥമം എന്നൊരു വാക്ക് കൂടുതലായി ഇൻട്രോയിൽ വരുന്നുണ്ട്. അഥമൻ എന്ന് ഉപയോഗിക്കാറുണ്ട്. അത് കാരണം പക്ഷെ കുറച്ച് അഥമൻ എന്നുള്ള വാക്കിനകത്ത് ഒരു അഥമത്വമുണ്ട്. കുറച്ച് എന്നുള്ളതില്ലേ അത് കൂട്ടത്തിൽ ഉള്ളൊരു സാധനമാണ്. ഇപ്പൊ ഈ കാതികൻ അതല്ലെങ്കിൽ കഥാപ്രസംഗം, ആശ്മിയുടെ കഥാപ്രസംഗം എന്നാണ് എന്റെ ടാഗ് ലൈൻ ഉള്ളത്. അപ്പോ ശരിക്കും അങ്ങനെ ഒരു വേർഡിലേക്ക് ചുരുക്കി നിരന്തരമായി ഉപയോഗപ്പെടുന്നുള്ള ഏതെങ്കിലും നിനക്ക് പേഴ്സണലി വിഷമം ഉണ്ടോ? അതിൽ ആസ്വദിച്ച് പോവാറുണ്ട്? വിഷമമൊന്നുമില്ല. ഇല്ല. പിന്നെ കഥാപ്രസംഗം നമ്മളെ കഥാപ്രസംഗം ഏത് ലെവലിൽ നിൽക്കുന്ന വലിയ കലയല്ലേ? ചെറിയ പരിപാടിയില്ല. അത് വലിയ കലയല്ലേ? സാമ്പശിവന്റെ ഒന്നും കഥാപ്രസംഗം കേൾക്കാത്തതുകൊണ്ടാണ് നമ്മൾ കഥാപ്രസംഗം തോന്നുന്നത്. എനിക്ക് ഓണർ അല്ലാത്ത സമയത്ത് വരുന്ന എല്ലാ കൂടി ഞാൻ ഫോൺ എടുക്കാറുണ്ട്. ചില തെരുവിളിയായിരിക്കും, തെരുവിളിയാന്നുണ്ടെങ്കിൽ കട്ട് ചെയ്യും. അതേപോലെ ഒരിക്കൽ ഓണർ പറഞ്ഞിട്ടില്ല, രാത്രി പാതിരാക്ക് വിളിച്ച് മറ്റേ ഖത്തർക്ക് കൊടുക്കോ കഥാപ്രസംഗം പറഞ്ഞു വിളിക്കൂ, അതൊന്ന് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കഥാപ്രസംഗം ബുക്ക് ചെയ്യാൻ വേണ്ടിയാണ്. എനിക്ക് അതിനകത്ത് ക്ലാസ്സിക് അനുഭവം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരാൾ രാത്രി 2:30 വിളിച്ചിട്ട് കൊട്ടത്തെറി വിളിച്ചിട്ട് നിന്നെ കൊല്ലൂടാ ബാക്കി തെറിയാ വരുന്നത്. അല്ല, അത് നിന്നെ കഴുത്തറ തോല്ലൂടാ, ഇങ്ങനെ വയലന്റ് ആയിട്ടാ പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, ചേട്ടാ ഞാൻ നല്ല ഉറക്കമാണ്. ആ പുള്ളി ഓക്കെ എന്നാ പറഞ്ഞു, രാവിലെ വിളിക്കാം എന്നാൽ പുള്ളിക്ക് ഉറക്കം കളഞ്ഞത് സങ്കടമുണ്ട്, എന്നാ കൊല്ലുകയും വേണം. പാവ മനുഷ്യന്മാരെ രണ്ടടിച്ചിട്ടിരിക്കുമ്പോഴേ വിളിക്കുന്നത്. ഇതിൽ തന്നെ ഇപ്പോ ഇന്ന് ഇൻട്രോ കോൺഗ്രസിന് അനുകൂലമായ തരംഗമുള്ള ഒരു സാഹചര്യമാണെങ്കിൽ കോൺഗ്രസിന് അനുകൂലമായി പറയും. അപ്പൊ സ്വാഭാവികമായി ചീത്തവിളി മറ്റു 2 പാർട്ടി. അപ്പോ ഈ കോൺഗ്രസ് ഈ പറഞ്ഞു ഹാഷ്മി കണ്ടില്ലേ എന്ന് പറഞ്ഞിട്ട് അത് ഏറ്റെടുക്കും. നമ്മൾ പറയാൻ ആഗ്രഹിച്ച സാധനം അല്ലെങ്കിൽ ഓരോ മലയാളി എന്നൊക്കെ പറഞ്ഞിട്ട് ഇതാണ് ഇൻട്രോ എന്നൊക്കെ പറഞ്ഞിട്ട് പിറ്റേ ദിവസം നേരെ അഗൈൻസ്റ്റ് ആയിരിക്കും അവർക്ക്. അപ്പോ ഇത് കാണുമ്പോ ഹാഷ്മിക്ക് എന്താ തോന്നാറുള്ളത്? നമുക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയോടും പ്രത്യേകിച്ച് യാതൊരു അഫിനിറ്റി ഇല്ല. ഒരു രാഷ്ട്രീയ ഞാൻ വോട്ട് ചെയ്യുന്ന എനിക്കുള്ളിൽ രാഷ്ട്രീയമുണ്ട്, ഞാൻ അതിന് വോട്ട് ചെയ്യാറുള്ളൂ. അത് വേറെ കാര്യം, അതെന്റെ വ്യക്തി ഉള്ളിലുള്ള സാധനമാണല്ലോ, ഞാൻ അതിനെ വോട്ട് ചെയ്യാറുള്ളൂ. അത് വേറെ സാധനം. ഇതിനകത്ത് നമ്മൾ ഇഷ്യൂ ബേസ്ഡ് ആണല്ലോ. അപ്പോൾ നമുക്കറിയാം ഇന്ന് ഇത് ഇവര് ചിലപ്പോൾ നമ്മളെ വലിയ സംഭവം എന്ന് പറയും, നാളെ പറയും മോഹാവൃത്തിയുടെ എന്ന് പറയും.
പാർട്ട് ഓഫ് ദ ഗെയിം എന്നുള്ളതല്ലേ. ആ. ഇതിൽ തന്നെ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ പക്ഷേ ഇടതുപക്ഷത്തിന്റെ സൈബർ പ്രവർത്തകരെക്കാരെയും പേഴ്സണലി അറ്റാക്ക് ചെയ്യുന്നതോ അതല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വിമർശിക്കുന്നത് ഇപ്പൊ യാദമ്മ മാപ്ര എന്ന് പറഞ്ഞിട്ടും അല്ലെങ്കിൽ കാതികൻ കടത്തുകാരൻ എന്നൊക്കെ പറഞ്ഞിട്ട്, അപ്പൊ ഈ ഇടതുപക്ഷം കൂടുതൽ ടാർഗറ്റ് ചെയ്യപ്പെടുന്നതിന്റെ ഒരു കാരണം എന്തായിരിക്കും എന്നുള്ളത്? അതായത് ഒന്നാമത് ഇടതുപക്ഷത്തിൻ്റെ കുറച്ചുകൂടെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള സൈബർ കമ്മ്യൂണാണ്. സ്വാഭാവികമായിട്ടും അത് അവരുടെ ഉത്തരവാദിത്തമാണെന്ന് ഞാൻ കരുതുന്നത്. നമ്മൾ വിമർശിക്കുന്ന അവരുടെ പാർട്ടിയാണ്. അവരുടെ പാർട്ടി എന്ന് പറയുന്നത് അവർ ചങ്കിൻ്റെ ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ഒരു സാധനമാണ്. അതിനെ വിമർശിക്കുമ്പം അവർ പുറത്തുനിന്ന് ഒരാൾ എന്ന നിലയ്ക്ക് അതിനെ കാണാൻ കഴിയില്ല. അവരുടെ പാർട്ടി വിമർശിക്കുന്നു, സ്വാഭാവികമായിട്ടും അവരത് വിളിക്കണം. അതിനെ വിമർശിക്കാൻ ബാധ്യസ്ഥപ്പെട്ടവരാണ്. അത് പല ആളുകളും അത് ചെയ്യും. ചിലർ മാത്രം തെരുവിളിക്കുക മാത്രമേ ഉള്ളൂ. വളരെ കാര്യകാരണ സഹിതം അതിനെ എതിർക്കുന്ന മനുഷ്യന്മാർ, എനിക്ക് ഇഷ്ടമാണ് അവരെയൊക്കെ എതിർക്കുന്ന മനുഷ്യന്മാരുണ്ട്. പിന്നെ എൻ്റെ ഒരു ജേർണലിസം ഫിലോസഫി എന്ന് പറഞ്ഞാൽ അധികാരത്തിൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുക എന്നുള്ളതാണ് ഞാൻ എൻ്റെ ഉള്ളിൽ ഫിക്സ് ചെയ്തിരിക്കുന്നത് ഫിലോസഫി. അധികാരത്തിൻ്റെ ഓപ്പോസിറ്റ് നിന്നിട്ട് അതിനെ ചോദ്യം ചെയ്യും. ഇപ്പോൾ അധികാരത്തിൽ ഇരിക്കുന്ന ഒരാളെ വാഴ്ത്തിപ്പാടേണ്ട കാര്യമില്ല. അതിന് കാരണം എന്താണ്? അതിന് കാരണം അവർക്ക് പൈസ മുടക്കി അവരുടെ PR ഏജൻസിയാണ്, അവരുടെ പബ്ലിക് റിലേഷൻ വകുപ്പുണ്ട്. ഏത് സർക്കാരായാലും, കേന്ദ്രത്തിലാവട്ടെ സംസ്ഥാനത്താവട്ടെ. അപ്പോൾ എൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ജേർണലിസം നമ്മൾ പഠിച്ചു വന്നത് അങ്ങനെയാണ്, പഠിപ്പിച്ചത് അങ്ങനെയാണ്. അധികാരം എവിടെയാണോ അതിന് ഓപ്പോസിറ്റ് നിന്നിട്ട് അതിൻ്റെ പിഴവുകൾ നോക്കി നിങ്ങൾ പിഴവുണ്ടേ എന്ന് ചൂണ്ടിക്കാണിക്കാനാണെന്നാണ് ഞാൻ ഫിക്സ് ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അവർക്കെതിരെ വിമർശനം കൂടും, അവരുടെ ഭാഗത്തു നിന്നുള്ള വിമർശനം കൂടും. ഹാഷ്മിയുടെ ഒക്കെ വളരെ വൈകൃതമായി തോന്നുന്ന പല ട്രോളുകളും അതല്ലെങ്കിൽ തമാശക്ക് ആസ്വദിക്കാവുന്ന പല ട്രോളുകളും കാണാറുണ്ട്. ഈ സൈബർ അറ്റാക്ക് എന്ന് പറയുന്നൊരു അതിനെ ശരിക്ക് ഏതെങ്കിലും നിലക്ക് പേഴ്സണലായിട്ട് എടുക്കാറുണ്ടോ? എങ്ങനെയാണ് ഒബ്സർവ് ചെയ്യുന്നത്? ഒന്നുമില്ല. എനിക്ക് ആകെ രണ്ട് സ്ഥാനത്തിൽ മാത്രമേ സങ്കടം ഉണ്ടാവുള്ളൂ. ഒന്ന് കമ്മ്യൂണലാക്കുന്നതും, രണ്ട് വീട്ടുകാരെ പറയുന്നത്. ആ വീട്ടുകാരെ പറയുന്നതിന് ഞാൻ അവരോട് പറയാറുണ്ട്, തോന്നിയ ദിവസമാണെന്ന് പറയാറുണ്ട്. അത് ഒരുപാടൊന്നുമില്ല സത്യം പറഞ്ഞാൽ. പിന്നെ കമ്മ്യൂണലാക്കുന്നത് അത് പുതിയ കാലത്തിൻ്റെ പുതിയ ട്രെൻഡാണ് സാർ. നമ്മൾ വിചാരിക്കാത്ത ക്വാർട്ടേഴ്സിൽ നിന്നും ഇവൻ ഭയങ്കര സംഭവമാണ്, സൂടാപ്പിയാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ഞെട്ടിത്താറുന്നു. നാട്ടിലെ സൂടാപ്പികൾ കേട്ട് ചിരിച്ച് മണ്ണ് കപ്പി പോകുന്ന രീതിയിലാണ്. ചുമ്മാ ഒരുത്തനിരുന്ന് ആദ്യമായിട്ട് എഴുതിക്കുക ഇവൻ പണ്ട് അവിടെ ഭയങ്കര ആയുധ പരിശീലനം കിട്ടിയവരാണെന്ന് പറഞ്ഞത്. ഒരു വലിയ സൈബർ ആചാരനാണ് കേട്ടോ. അപ്പോൾ എനിക്ക് അവിടെ നാട്ടിൽ നിന്ന് നമ്മുടെ കുറേ ആൾക്കാർ വിളിച്ചു പറഞ്ഞു, ഇവിടെ ചിരിച്ച് മണ്ണ് കപ്പിയിട്ടുണ്ടല്ലോ അത് കണ്ടിട്ട്. എന്നാൽ അങ്ങനെ കമ്മ്യൂണലാക്കാന്ന് അത് പുതിയ സമീപകാലത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ക്വാർട്ടേഴ്സ് ഉണ്ട്, ആ ക്വാർട്ടേഴ്സ് അല്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു സങ്കടം. ഇതൊരു പുതിയ കാലത്തിന്റെ പ്രശ്നമാണ്. അത് നമ്മളെ മാത്രം പറയുന്നതല്ല, സമൂഹം കുറച്ച് കമ്മ്യൂണലാവുന്നതിന്റെ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ ഭേദമന്യേ ആ ട്രെൻഡിനനുസരിച്ച് ഒരു മനുഷ്യന്മാർ സമൂഹം കമ്മ്യൂണലാവുന്നതിന്റെ പ്രശ്നമാണ്. ഇതിന്റെ ഔട്ട് ഓഫ് ദി ബോക്സ് വന്നാൽ ഈ വെള്ളിമൂങ്ങ സിനിമയിൽ വാർത്ത വായിക്കുന്ന സീൻ ഉണ്ടായിട്ടുണ്ടല്ലോ. പക്ഷെ ഇപ്പോഴും അതിന്റെ ട്രോൾ മീം വെച്ചിട്ടൊക്കെ ഇപ്പോഴും ആളുകൾ ഇൻസ്റ്റാഗ്രാം റീലൊക്കെ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. ശരിക്കും അതിലേക്ക് കോള് വരുന്ന ഒരു മൊമെന്റ് എങ്ങനെയായിരുന്നു? വെള്ളിമൂങ്ങയിലോട്ട് അതിന്റെ പ്രൊഡ്യൂസർ തന്നെ വിളിക്കുന്നതാണ്. പക്ഷെ അന്ന് മാതൃഭൂമിയുള്ള സമയത്ത് വന്ന പക്ഷെ നമുക്ക് നീ സിനിമ ഹിറ്റാവുമെന്ന് അറിയില്ലോ. വന്നപ്പോൾ എടുത്തു, ഞാനും ശ്രീ ചേച്ചി ഉണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ ഒരു അനുഭവം ഞാൻ നമ്മളെത്ര 2008 ഞാൻ കോഴ്സ് കഴിഞ്ഞിറങ്ങി ബാംഗ്ലൂർ യാത്ര കഴിഞ്ഞിട്ട് 2010 നമ്മൾ സജീവമായിട്ടുണ്ടല്ലോ. എന്നോട് ഇതിൻ്റെ ബസ്സിൽ വന്ന ഒരാൾ ചോദിച്ചു, വെള്ളിമൂങ്ങയിൽ വാർത്ത വായിച്ചാണല്ലോ എന്ന് ചോദിച്ചു. അത്രയും വർഷത്തെ വാർത്ത ഓണറിലുള്ള ഒരാളായിട്ട് ഒന്നും ഓർമ്മയില്ല. അപ്പൊ സിനിമ എന്ന് പറഞ്ഞ മീഡിയത്തിന്റെ ഒരു അതുമായി ബന്ധപ്പെട്ട അനുഭവമാണ്. ശരിക്കും അതിന് ശേഷമല്ലേ ഈ മറ്റേ മരണമാസില് നിങ്ങളുടെ ഇന്റർവ്യൂ ട്രോളിറ്റ് സിജു സണ്ണിയുടെ ക്യാരക്ടർ ഉണ്ട്. പക്ഷെ അത് നിങ്ങളെ തന്നെ വിളിച്ചിരുന്നത് ചെയ്യാൻ വേണ്ടി വിളിച്ചാണ്. അന്നാണ് വയനാട് സംഭവം ഉണ്ടായി. പിന്നെ അത് അങ്ങോട്ട് റിപ്പോർട്ടിനെ പോയി. അഥവാ അവരുടെ ആ സമയത്ത് നമുക്ക് ആ ക്യാരക്ടർ നിങ്ങളെ തന്നെയാണ് ചെയ്യാൻ വേണ്ടി വിചാരിച്ചത്. സിജു എന്നെ വിളിക്കുകയും പോയ കൊള്ളാൻ ആലോചിക്കുകയും പോയാലോ എന്ന് വിചാരിക്കുകയും ചെയ്തു. പോകാൻ ആലോചിച്ചിരുന്നു. ഞാൻ സമ്മതിച്ചു. അവനോട് സിജുവിനോട് ഞാൻ ഓക്കെ എന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പൊ അതിനിടയ്ക്കാണ് അത് വയനാട് അതാന്ന് തോന്നുന്നു, ആ വാർത്തയാണ്. അതിനിടയ്ക്ക് ഷെയ്ഖ് ഹസൻ ഖാന്റെ ഇന്റർവ്യൂ ഞാൻ അവിടെ എടുത്തിട്ടുണ്ടായിരുന്നു ക്യൂവിന് വേണ്ടിയിട്ട്. അപ്പോൾ ഷെയ്ഖ് ആ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹാഷ്മിക്ക് വിളിച്ചോണ്ടാണ് ഒരു പക്ഷേ ഞാനിപ്പോൾ ഇവിടെ ഇരുന്ന് സംസാരിക്കാൻ കാരണമായിരുന്നുള്ളത്. അതിന്റെ ഒരു അതർ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ബന്ധുവാണെന്നുള്ളതോ അല്ലെങ്കിൽ എക്സ്പെക്ടേഷൻ ഒക്കെ മാറ്റി വെച്ചാൽ ഒരാളുടെ ജീവൻ ഏറ്റവും ഗുരുതരമായ അപകടത്തിലായ സാഹചര്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു വഴി തെളിഞ്ഞതാണല്ലോ. ശരിക്കും ആ ഷെയ്ഖ് വിളിക്കുന്ന ഒരു മൊമെന്റ് ഓർത്തെടുക്കാവോ എങ്ങനെയായിരുന്നു? ഞാൻ രാവിലെ നടക്കാൻ പോകും. ഇപ്പോൾ ഉഴപ്പാട്ടോ, നേരത്തെ മോളുടെ സ്കൂളിൽ ഗ്രൗണ്ടിൽ നടക്കാൻ പോകും. അപ്പോൾ നടക്കാൻ പോകുന്ന സമയത്താണ് ഏതോ ഒരു +123 എന്ന് പറഞ്ഞാൽ ഏതോ നമ്പറിൽ നിന്ന് കോൾ വരുന്നത്. സ്വാഭാവികമായിട്ടും നമ്മൾ തട്ടിപ്പ് കോളാണെന്ന് വിചാരിച്ച് നമ്മൾ എടുക്കരുതാത്ത കോളാണത്. എന്തോ ഞാൻ എടുത്താണ് ആ കോള്. എടുത്തപ്പോഴത്തേക്ക് അപ്പുറത്തുനിന്ന് ഷെയ്ഖാന്ന് പറഞ്ഞാൽ മനസ്സിലായി. അപ്പൊ എനിക്ക് ആളെന്ന് മനസ്സിലായി. അതുകൊണ്ട് ഒന്നും പറയുന്ന വ്യക്തമല്ല. അതിന്റെ ബന്ധുവാണ്, അടുത്ത ബന്ധുവാ. ഷെയ്ഖാന്ന് പറയുന്നത് മാത്രം മനസ്സിലായി. പിന്നെ അവൻ പറയുന്നൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ പക്ഷേ ഭയങ്കര കാറ്റ് എന്തൊക്കെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, എടാ ഒന്നും കേൾക്കുന്നില്ല, നീ മെസ്സേജ് അയക്കാൻ പറ്റുമെങ്കിൽ മെസ്സേജ് അയക്കുന്നു പറഞ്ഞു.
അപ്പോൾ വെച്ചിട്ട് നോക്കിയപ്പോഴത്തേക്ക് അവൻ വേറെ ഏതോ ഒരു നമ്പറിൽ നിന്ന് സാറ്റലൈറ്റ് ഫോണാണ്. അപ്പോൾ എങ്ങനെയോ ഒരു നമ്പറിൽ നിന്ന് അവൻ ഇതാണ് അവസ്ഥ കൊണ്ട് മെസ്സേജ് അയച്ചു. ഞാൻ അപ്പോൾ തന്നെ ഞാനത് നമ്മുടെ സാറിന് മോർണിംഗ് ഷോ നടക്കുന്ന സമയമാണ്. അപ്പോൾ തന്നെ ഞാനത് ഡെസ്കിലോട്ട് ഇട്ടു. ഇത് ഇഷ്യൂ ആണ്, പ്രശ്നമാണ്, അപ്പോൾ ഇത് അടിയന്തരം വേണ്ടി എടുക്കണമെന്ന് സാറ് വിളിച്ചു. സാറിനോട് ഞാൻ സാറിന് ബസ്സിൽ മെസ്സേജ് അയച്ചു, സാർ ഇത് കുറച്ച് പ്രശ്നമാണ്, അവൻ്റെ ജീവൻ വെച്ച പ്രശ്നത്തിലാണ്. അപ്പോൾ സാറ് അത് വളരെ സീരിയസ് ആയിട്ട് എടുത്തു. അപ്പോൾ തന്നെ സുരേഷ് ഗോപി വിളിച്ചു. അപ്പോൾ തന്നെ ഇടപെടലൊക്കെ തുടങ്ങി. അങ്ങനെ അത് ആദ്യം പറഞ്ഞാൽ ആ കോൾ എടുക്കാൻ എനിക്ക് അറിഞ്ഞില്ല. സാധാരണ ഇത് എടുക്കരുതാത്തൊരു കോളാണ് എന്ന് പറഞ്ഞാൽ കാഴ്ചയിൽ തന്നെ 2 പ്ലസ് ഒക്കെ ആയിട്ടൊരു നമ്പർ, എന്തോ ഉടായ്പ നമ്പർ തോന്നുന്ന ഒരു നമ്പറായിരുന്നു ആ നമ്പർ. പക്ഷെ അപ്പോൾ എന്തോ എടുക്കാൻ തോന്നി, അത് എല്ലാം തന്നെ വിട്ടുപോയാൽ അത് ഭയങ്കര പ്രശ്നമാണ്. ജീവൻ രക്ഷിക്കാൻ കാരണം ഈ മാതൃഭൂമിയിലാവുന്ന സമയത്താണല്ലോ മാസ്റ്റർ വിഷൻ എക്സലൻസ് അവാർഡ് കിട്ടിയ സമയത്ത് അത് ആഷ്മിനിയാണ് വായിക്കുന്നുണ്ടായിരുന്നുള്ളത്. ശരിക്കും അതിന്റെ റീലൊക്കെ ഇപ്പൊ കാണുമ്പോൾ കാണാൻ ഒരു മിന്നായം പോലെ വായിച്ചു പോകുന്നുണ്ട്, ഭയങ്കര നാണം വന്നിട്ടുണ്ടല്ലോ. ശരിക്കും ആ അങ്ങനത്തെ മൊമെന്റ് ഒക്കെ ഒരു അപൂർവമായി ഉണ്ടാവുന്നതാണല്ലോ, അതെങ്ങനെ ഓർത്തെടുക്കാവോ? നമുക്ക് അവാർഡ് കിട്ടുന്ന വാർത്ത നമ്മൾ വായിക്കുന്നതിനകത്തൊരു ചമ്മൽ സ്വാഭാവികം ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് സംഭവിച്ചെന്നാൽ ഒരു വാർത്ത കഴിഞ്ഞിട്ട് അടുത്ത വാർത്ത പ്രോംപ്റ്ററിൽ വരുന്ന ഇതാണ്, നമ്മൾ ലൈവാണ്. പ്രോംപ്റ്റ് നമുക്കിത് വായിക്കാതെ ഒരു നിവൃത്തിയില്ല, ഒരു നിർവാഹമില്ല. അപ്പോൾ അങ്ങനെ അങ്ങ് വായിച്ചു പോയതാണ്. അപൂർവമായി മാത്രം സംഭവിക്കുന്നത്, അതായത് ആരും ബോധപൂർവ്വം ചെയ്തതല്ല. നമ്മൾ അതിന് മുമ്പത്തെ രണ്ടോ ഉണ്ടാവുമല്ലോ, രണ്ടോ സ്വാഭാവികമായിട്ടും കോപ്പിയും ഇങ്ങനെ വരും. നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് നമ്മൾ തന്നെ അറിയാതെ പിന്നെ അവനങ്ങനെ ശ്രീജേച്ചി വായിച്ചതും പിന്നീട് അങ്ങനെ വൈറലായിരുന്നു. ഇതോടൊപ്പം അവസാനം ചോദിക്കുള്ളൂ, ഇപ്പോൾ 24ന്റെ ഭാഗമായി നിൽക്കുമ്പോൾ ചീഫ് എഡിറ്റർ എന്ന് പറയുന്ന SK സാർ സ്വാഭാവികമായും മലയാളം മീഡിയയിലൊരു ബ്രാൻഡ് പേഴ്സൺ ആണ്. അദ്ദേഹത്തിനോടൊപ്പം 2-3 വർഷത്തിലേറെയായി. അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ഫാക്ടർ ശരിക്കും ആഷ്മി എങ്ങനെയാണ് ഒബ്സർവ് ചെയ്യുന്നത്? സാറ് കഠിനാധ്വാനിയാണ്. ഒരു മുതലാളി എന്നുള്ള നിലയ്ക്ക് ഇപ്പോൾ ബാക്കി സ്ഥാപനങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ മുതലാളി നമ്മളോട് വർക്ക് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഇത് സാറ് രാവിലെ മുതലോട്ടുണ്ട് അവിടെ. സാറും നമ്മളെക്കാളൊക്കെ പണിയെടുക്കുന്നുണ്ട്, ഫുൾ ടൈം അവിടെ നിൽക്കുന്നുണ്ട്. നമുക്ക് നമ്മുടെ വാർത്താകാര്യം മാത്രം നോക്കിയാൽ മതി. സാറിന് വാർത്താക്കാര്യം നോക്കണം, അഡ്മിനിസ്ട്രേറ്റീവ് കാര്യം നോക്കണം, അതിനിടയിൽ മീറ്റിങ്ങുകളുണ്ട്. പിന്നെയും സാറ് രാവിലെ നിൽക്കുന്നു, സാറ് രാത്രിയുണ്ട്, വൈകിട്ട് വരെ നിൽക്കുന്നു. എന്ന് പറഞ്ഞാൽ ഒരു എന്താണ്, നമുക്ക് ഭയങ്കര ആവേശവും ഊർജ്ജവുമാണ്. സാറങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേ നമുക്കിങ്ങനെ ടയർഡായിരിക്കാൻ പറ്റുക. ഇപ്പം എത്ര മണിക്കൂർ നിന്നു പറഞ്ഞാലും അതിനേക്കാൾ മണിക്കൂർ സാറ് നിൽക്കുകയാണ്, സാറ് വർക്ക് ചെയ്യാണ്. അപ്പോൾ നമുക്കിങ്ങനെ പറയാൻ പറ്റുമോ ക്ഷീണമായി എന്ന് പറയാൻ പറ്റത്തില്ല സാർ. അപ്പോൾ അതൊരു ഭയങ്കര ഊർജ്ജമാണ്, അതൊരു ഭയങ്കര വല്ലാത്ത അനുഭവമാണ്. ഇതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ നമ്മൾ ഈ പ്രൈം ടൈം ഡിബേറ്റിലോ ജനകീയ കോടതിയിലൊക്കെ വളരെ സീരിയസ് ആയി പിന്നെ പൊളിറ്റിക്കൽ കണ്ടന്റ് കൈകാര്യം ചെയ്യുന്ന ആഷ്മിയാണ് വള്ളംകളി റിപ്പോർട്ട് ചെയ്യാൻ പോണ സമയത്ത് തലയിൽ മുണ്ടൊക്കെ മടക്കുത്തി വന്ന് സജീവമായിട്ട് ആർപ്പൊക്കെ വിളിക്കുന്നത്. അപ്പോൾ ഇതൊരു ട്രാൻസിഷൻ ഉണ്ടല്ലോ. അപ്പോൾ ഇതിൽ ശരിക്കും ഏതാണ് നമ്മുടെ ഓൺ പരിപാടി എന്നുള്ളത്? ബേസിക്കലി ഞാനൊരു ജോബിയൽ മനുഷ്യനാണ് യഥാർത്ഥത്തിൽ. പക്ഷെ നമ്മൾ എൻകൗണ്ടർ ആ ചർച്ച എന്ന് പറയുമ്പോൾ നമ്മൾ ആ വിഷയത്തിൻ്റെ ഗൗരവം അങ്ങനെ ഉൾക്കൊള്ളുന്നതുകൊണ്ട് അങ്ങനെ ഗൗരവം പോകുന്നത്. അല്ലാത്ത സമയത്ത് ഞാൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് തമാശ പറയുകയും ചിരിക്കുകയും ആൾക്കാരോട് സംസാരിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. അവ മാത്രമല്ല സാറിൻ്റെ കൂടെ ഒക്കെ നിൽക്കുമ്പോഴത്തേക്ക് സാറിൻ്റെ കൂടെ നമ്മൾ അറിയാതെ ചേർന്ന് പോകും, എനർജിയിൽ അങ്ങ് പോകും. സാറുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അത്രേ ആവുള്ളൂ. സാറില്ലാതെ നമ്മളങ്ങ് നിൽക്കുകയാണെന്ന് പറഞ്ഞാൽ നമ്മളൊരു ബാർ വെച്ചിട്ടേ നിൽക്കുകയുള്ളൂ. നമ്മൾ ഒരു അബോധത്തിലൊരു ബാർ ഇങ്ങനെ നിൽക്കുകയും നമ്മളതിന് മുകളിൽ പോവില്ല. സാറുണ്ടെന്നുണ്ടെങ്കിൽ സാറിൻ്റെ കൂടെ ചേരുകയെന്നുള്ളതാണ്, വേറെ ഓപ്ഷൻ ഇല്ല. അങ്ങനെ സംഭവിക്കുന്നത് അതൊക്കെ. ഈ ഷോ കാണുന്ന ആളുകൾക്ക് നിർബന്ധമായും കീപ്പ് ചെയ്യാവുന്ന ഒരു അഡ്വൈസ് എന്ന നിലക്ക് ഹാഷ്മിക്ക് പറയാനുള്ള ഒരു കാര്യം എന്തായിരിക്കും? അതായത് നമ്മൾ ഈ പോഡ്കാസ്റ്റിന്റെ ഒരു ഫൈനൽ ടച്ച് എന്ന് പറയുന്നത്, ഇത് കേൾക്കുന്ന ആളുകൾക്ക് ഹാഷ്മിയുടെ ഭാഗത്തുള്ള ഒരു അഡ്വൈസ് എന്നാണ്? ജോലിയും വേണം, നമ്മുടെ ജീവിതവും വേണം. അപ്പം ഉറപ്പായും ജോലി ചെയ്യുമ്പോഴത്തേക്ക് 100% അതിൽ ഡെഡിക്കേറ്റ് ചെയ്ത് ചെയ്യുക. ആ സ്പേസിൽ നിൽക്കുമ്പോൾ അതിനോട് 100% കൂറ് കാണിക്കുക. അതല്ലാതെ ഇപ്പം നമ്മൾ കല്യാണം കഴിച്ചവരുടെ കാര്യം കേട്ടോ പറയുന്നത്. കല്യാണം കഴിച്ചവരാണെന്നുണ്ടെങ്കിൽ ബാക്കി സമയം നമുക്ക് കൊടുക്കാൻ കഴിയാവുന്ന സമയം അവരോട് നീതി പുലർത്തുക. കാര്യം അവർ ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്ന അവരുടെ അവകാശങ്ങൾപ്പെട്ടാണ്. അത് പരമാവധി ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ വർക്ക് ലൈഫ് ബാലൻസ് എന്ന് പറയുന്ന സാധനം അത് കഴിവതും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോവുക. അതാണ് ഒരു ടിപ്പ്. ഓക്കെ, താങ്ക് യു.